അയ്യോ സ്മാഷിങ് ഇങ്ങനെ പഞ്ച് കൊടുത്തിടണേ മറ്റേ കുറച്ച് ഷോപ്പിംഗ് ക്രേസ് ഉള്ള ഒരാളാണോ? ഓൺലൈൻ ഫ്രീക്കാണോ? ഇനോഗ്രേഷൻ സ്റ്റാർ അങ്ങനെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ജോജുവിനോടുള്ള ഒരു ഇഷ്ടവും ഒരു അടുപ്പവും എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളല്ല. ഏ മാൻ എന്നുള്ളൊരു ചോദിച്ചിട്ട് വരുമ്പോ തന്നെ ഒരു റൂമിലൊരു അനക്കമാണല്ലോ. മീഡിയാസ് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത് മാത്രമല്ല ജീവിതം. ലൈഫ് പാർട്ട്ണർ, ഗുഡ് ഫ്രണ്ട്, കമ്മിറ്റഡ്. വളരെ ന്യൂഡ് മേക്കപ്പില് മേളിൽ നിന്നും ക്യാമറ ചെയ്യുന്നവരുണ്ട്. ആ ഒരു ഇഷ്യൂന് അതിൽ കൂടുതൽ ബെറ്റർ ആയിട്ടൊരു മെസ്സേജ് എനിക്ക് പറയാനില്ല. അവരും കൂടെ ഫേമസ് ആവട്ടെ. എന്തുകൊണ്ട് ഒരാൾ മാത്രം ഫേമസ് ആവണം? ഇതെങ്ങാരും ഇനി ഇറങ്ങി കഴിഞ്ഞാൽ ഇനി മറ്റേ ഇത് പക്ഷേ ഷൈൻ ചേട്ടൻ എനിക്ക് എന്റെ എല്ലാ റെസ്ട്രിക്ഷൻസ് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അധികം. ഫാൻകൾ അവിടെ സെറ്റിൽ ആക്ടറിനെ മീറ്റ് ചെയ്തപ്പോൾ ആ ഒരു മൊമെന്റ് എന്നെയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇട്ട് കറപ്പിക്കുന്നുമുണ്ട്. പൃഥ്വിരാജ് അന്ന് ഹീ ഗെയിം ആൻഡ് ആസ്ക്ഡ് എന്റെ അനീതിയുടെ ക്യാരക്ടർ അല്ലേ? ജയറാമേട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ. ജയറാമേട്ടൻ്റെ അമ്മ മരിച്ചു പോയത് അന്നത്തെ ഡേ ഷൂട്ട് തീർക്കാനായിട്ട് എന്റെ കുറെ തീരുമാനങ്ങളിൽ തെറ്റിപ്പോയി. അപ്പൊ ഞാൻ ഇംപ്രൂവ്ഡ് ആയിരുന്നോ എനിക്കറിയില്ല. എങ്ങനെ ഒരു സെലിബ്രിറ്റി ആയി? ഓൺലി തിങ് പൃഥ്വിരാജിനെ കാണാലോ. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഫൈൻ നിർത്താം. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. Her smile could light up a room, mesmerizing eyes, captivating soul. സംസാരിക്കുമ്പോൾ ഒട്ടും ഫിൽറ്റർ ചെയ്യാത്ത, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന മാളവിക മേനൻ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ്. ഹായ് മാളവിക. അയ്യോ സ്മാഷിങ്. ഇത് എന്ത് സ്വീറ്റ് ഇൻട്രോ ആണോ? ഭയങ്കര മെസ്മറൈസിങ് ഐസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ പഞ്ച് കൊടുത്തിടണേ മറ്റേ കുറച്ചും കൂടെ പഞ്ചിലല്ലേ? പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചിങ്ങനെ ഒരു എലൈറ്റ് ഫോം കുറച്ചും കൂടെ നമ്മളൊരു സോഫ്റ്റ് ടച്ചിൽ വേണം ഇതെല്ലാം പറയാനായിട്ട്. ഒരുപാട് ലൗഡ് ആവാൻ പറ്റില്ല. ഈ മൈക്ക് വെച്ചിരിക്കുന്നതന്നെ കണ്ടോ, നമ്മൾ അധികം എക്സ്പ്രസീവ് ആയിട്ട് ഒന്നും ലൗഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്തോണ്ടാണ്. പക്ഷേ നല്ല ഭംഗിയായിട്ടിരിക്കണം മാളവിക. യു ഓൾവേസ് എപ്പോഴും ഭയങ്കര നല്ല എന്താ പറയാ കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിലും ആ കളേഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം ഭയങ്കര അധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് മാളവിക അല്ലേ? സ്വീറ്റ് ഓഫ് യു. ബട്ട് ഐ ഷുഡ് ഓൾസോ ചേച്ചിയും പറയണം, കാരണം ഐ റിയലി ലൈക്ക് യു. സച്ച് എ ബ്യൂട്ടിഫുൾ വുമൺ. കുറേ കാലമായിട്ട് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഒരു കഴിവ് വേണം. ഐ ഡു അപ്രീഷിയേറ്റ്. ഒരുപാട് കോംപ്ലിമെന്റ്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കലും വാങ്ങലും അല്ല റിയൽ ആയിട്ട് തുടങ്ങാം. അല്ല, ഞാൻ ഇപ്പൊ സിനിമയിലെ ഓരോന്നും നിങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങൾ മാളവിക ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രത്തിനനുസരിച്ചിട്ട് അവര് തരുന്ന വേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഇടുന്നത്. ഐ മീൻ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതേസമയം ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പാരലലി ഒരുപാട് ഇനോഗ്രേഷൻ ചെയ്യുന്ന ഒരാളും കൂടിയാണ് മാളവിക അല്ലേ? ഒരു ഇനോഗ്രേഷൻ സ്റ്റാർ എന്നൊരു ലേബലും മാളവികയ്ക്കുണ്ട്. ആ ഒരു ലേബൽ അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? ഓക്കെ, മൊത്തത്തിൽ കവർ ചെയ്തു അത്. ഐ ലൈക്ക് ഇറ്റ്. പക്ഷെ അത് മാത്രമായിട്ട് തന്നെ ലേബൽ ചെയ്യണം എന്നെനിക്ക് അങ്ങനെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാം ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ മൂവീസ് ഇറങ്ങാനുള്ളതുണ്ട്, അതിൻ്റെ ഒരു ഡിലേ വരുന്നത് ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അതെ, മൂവീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ നമുക്ക് ലൈം ലൈറ്റിലൊരു സ്പേസ് എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഓൺ ദി അതർ സൈഡ് ഐ എം ഏബിൾ ടു ഈവൻ അറ്റൻഡ് ഫങ്ഷൻസ്, ഐ ബിലീവ്. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ വീട്ടിലൊരു കുട്ടി മൂവീസ് ചെയ്യാതെ എന്നെ ആരും അറിയാൻ പോകുന്നില്ല. ദർ ആർ മെനി അതർ വേസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവാണ്. ബട്ട് ഞാൻ അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ നിന്ന് ഐ ഹാവ് നെവർ ഗ്രോൺ ഇൻ ദാറ്റ് വേ. നമ്മളത് ലോങ് ബാക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ. നൗ ദാറ്റ് ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക്. യെസ്, ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് വരുമ്പോഴാണ് ഐ ഫീൽ ഐ ലൈക്ക് ഇറ്റ്. ഐ ഡു ലൈക്ക് ഇറ്റ്. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടു ബി പെർട്ടിക്കുലർലി കോൾ ദാറ്റ് ഇത് ഇനോഗ്രേഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി പ്രൊഫഷൻ. അതിൻ്റെ ഒപ്പം വരുന്ന ഒരു ബോണസ് തിങ് ആണ്. ആൻഡ് കുറച്ച് ആൾക്കാർ എന്താ പറയുക, നമ്മളെ ആലോചിച്ച് നമ്മളുടെ കൈ കൊണ്ട് ആ ഒരു കത്രിക മുറിക്കുമ്പോൾ അത് നമ്മളുടെ കടയ്ക്ക് നല്ലതാണ് എന്ന് ആഗ്രഹിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം നമ്മൾ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു ഓപ്പണിങ് ചെയ്തു കൊടുക്കുന്നത്. ആൻഡ് ഐ ഫീൽ
അത് മനോഹരമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഷോപ്സ് ഒക്കെ ഓപ്പൺ ചെയ്തതും ഞാൻ അന്വേഷിക്കാറുണ്ട് എങ്ങനെ പോകുന്നു എന്നൊക്കെ നോക്കുമ്പോൾ ദേ ആർ ഡൂയിങ് വെൽ ആൻഡ് ദ സെയിം പീപ്പിൾ ഡു കോൾ. അവരുടെ അടുത്ത അതാണ് അതിലും കൂടുതൽ സന്തോഷം വരിക. കാരണം ബിക്കോസ് ദേ ഹാവ് എന്താ പറയുക, ആ ഒരു മൊമെന്റ് വെൻ ഐ വാസ് അറ്റ് ദെയർ ഷോപ്പ്, അത് അവർക്ക് എന്താ പറയുക, അതൊരു മെമ്മറി ആയിരുന്നു. ആൻഡ് ദേ ഡു വോണ്ട് ആ ഒരു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ആ മാളവിക ദി വേ യു ആർ ട്രീറ്റിംഗ് എവ്രി വൺ അപ്പ് ദർ, അത് രസമാണ്, ഇറ്റ്സ് സോ കണ്ടെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിപ്പോൾ ഞാൻ എന്നെ തന്നെ പൊക്കുന്ന പോലെ ആയി പോകുമല്ലോ. ബട്ട് സിൻസ് യു ആസ്ക് മീ പറയുക, അപ്പോൾ അത് കേൾക്കാനൊരു സന്തോഷം. കാരണം ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എനിക്ക് ഒരുപാട് പടക്കം പൊട്ടിച്ച് അതങ്ങനെ സർപ്രൈസ് ചെയ്ത് അങ്ങനെയല്ല. യെസ്, ഇറ്റ്സ് നൈസ്, അതൊരു ഫിലിമി മൂഡ് ഡെഫിനറ്റ്ലി അല്ല എന്നല്ല. ബട്ട് ഡെയിലി ലൈഫിൽ വി ആർ നോട്ട് ഹാവിങ് ദാറ്റ് മൂവി സീൻ അല്ലേ. അതെ, നമുക്ക് പല കാര്യങ്ങളും ഉണ്ട് ആസ് എ പേഴ്സൺ നോക്കുകയാണെങ്കിൽ. നമ്മളൊരു വീട് നടത്തുന്നവരായിരിക്കാം, പല ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ വീട്ടിൽ പല കാര്യങ്ങളും, അച്ഛനും അമ്മയും നമ്മളെല്ലാവരും. ഇപ്പം എന്നെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇപ്പം നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വിചാരിക്കുക, എല്ലാവരും പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ വി ഡു ഡെഫിനറ്റ്ലി ഹാവ് ടു, ഈ പുറമേ കാണുന്ന എന്താ പറയുക മീഡിയാസ് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത് മാത്രമല്ല ജീവിതം. ദർ ഇസ് എ ലൈഫ് ബിഹൈൻഡ് ദാറ്റ്. ദാറ്റ്സ് ഹൗ വി ആർ പ്രസൻറ്റിങ് ഇറ്റ് ടു ദി ഓഡിയൻസ്. ബിക്കോസ് നമ്മൾ ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പോയ ഫങ്ഷൻസ് ഉണ്ട്, ലൈക്ക് വളരെ ന്യൂഡ് മേക്കപ്പിൽ, അത് അപ്പോൾ അവർ പറയും അയ്യോ അങ്ങനെ എന്താ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള, അങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇങ്ങനെയല്ല കുറച്ചുകൂടെ അവരെ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യണം. അപ്പോൾ പീപ്പിൾസ് പലരുടെയും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ദേ ഷുഡ് ലുക്ക് കം അറൈവ് ലൈക്ക് ദിസ് എന്നുള്ളൊരു ലൗഡായിട്ട് നിൽക്കണം. അപ്പോൾ എൻ്റെ നോർമലി ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മനെ എന്താ പറയുക കീറിയ ഡ്രസ്സ് ഇട്ട് വീട്ടിലിരിക്കുന്ന ഒരു കുട്ടിയാണ്. സ്റ്റിൽ ഐ വുഡ് ഡു ദാറ്റ്. അമ്മ ഇപ്പോഴും എന്നെ ചീത്ത പറയും. ആണോ? ഡെഫിനറ്റ്ലി. ഓ, അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ ഡ്രസ്സപ്പ് ചെയ്ത് ഒക്കെ പോണത്, അല്ലെങ്കിൽ മാക്സിമം സിമ്പിളായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. ചോദിച്ചാൽ അറിയാം, ഞാൻ അമ്മയുടെ പഴയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അതായത് എൻ്റെ പ്രായത്തിൽ അമ്മ എന്തൊക്കെ ഇട്ടിരുന്നു വെച്ചാൽ, അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് ആയിട്ട് ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളൂല എന്ന് തോന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരാളാണ്. ബട്ട് അത് നമ്മൾ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് കുറേ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് മേ ബി ഐ എം ഏബിൾ ടു ഡൂ സംതിങ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണ്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, ഞാനൊന്നും സംസാരിക്കുന്ന ഒരു ആളല്ലായിരുന്നു. ഐ വുഡ് ബി ലൈക്ക്, ഇതിന് തന്നെ ഞാൻ ഒരുപാട് നോ പറഞ്ഞിരുന്നു, ഞാൻ എന്ത് സംസാരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ആ ഒരു വർക്ക് മോഡിലേക്ക് എൻ്റെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റുക. അതർവൈസ് നോർമൽ ഒരു ഡേയിൽ ഇഫ് എനിവൺ ഈസ് ആസ്കിങ് എന്താ പറയുക നമുക്ക് ലെറ്റ്സ് ഗോ ടു എ മോൾ എന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ലൈക്ക് നോ, ഇഷ്ടമല്ല. നോ, എനിക്ക് അങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കോ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ അവിടെ ചൂസ് ചെയ്യില്ല. ലെറ്റ്സ് ബി കാം. കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പം ഇത്ര ഉള്ള ഈ മുറിയിൽ ഉള്ള ആൾക്കാരൊക്കെ മതി എന്ന് പറയുന്ന ആളാണ്. ബട്ട് നേരെ തിരിച്ച് വെൻ ഐ എം ഗോയിങ് ഫോർ എ ഫംഗ്ഷൻ ഐ ലൈക്ക് ഹെഡ് ഇസ് പ്രിപ്പയർഡ്, മൈൻഡ് ഇസ് പ്രിപ്പയർഡ്, എല്ലാം പ്രിപ്പയർഡ് ആണല്ലോ. നമ്മൾ മൊത്തത്തിലൊരു ചേഞ്ച് വരുമ്പോൾ റെഡി ടു ഗോ. അവിടെ എനിക്ക് ക്രൗഡ് വന്നാലേ സന്തോഷമാവുള്ളൂ. ലൈക്ക് ദാറ്റ് 2 dimensions ഓഫ് ദാറ്റ് കോയിൻ എന്ന് പറയില്ല, അതുപോലെ. ഓക്കെ, അതായത് നമ്മുടെ പേഴ്സണൽ സ്പേസിലും വർക്ക് പ്ലേസിലും ആ ഒരു അതിനെ അങ്ങനെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇനോഗ്രേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നു, പക്ഷേ അതിൻ്റെ കൂടെ സിനിമയും കൂടെ ഉള്ളതാണെന്ന്. അപ്പോൾ ശരിക്കും ഒരു സെൽഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാളവികയുടെ മൈൻഡിന് ആ ഒരു ഏറ്റവും കൂടുതലൊരു ഹാപ്പിനെസ് കിട്ടുന്നത് ഒരു നല്ലൊരു പോപ്പുലർ ആക്ടർ അല്ലെ നല്ലൊരു ആക്ടർ എന്നുള്ള ആ ഒരു ഇതാണോ, അതോ ഒരു ഇനോഗ്രേഷൻ സ്റ്റാർ എന്നുള്ളതാണോ കൂടുതലും ഇഷ്ടം? ഡെഫിനറ്റ്ലി ഒരു നമ്മളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറയണേ, ഞാൻ അങ്ങനെ ഭയങ്കര വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആളല്ല. മൂവീസ് ചെയ്തിട്ടുണ്ട്, അതിൽ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ചിലത് നന്നായി വരുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ തന്നെ ഇറ്റ്സ് മേക്കിംഗ് മീ ഫീൽ ഓക്കെ നൈസ്. അപ്പോൾ ഐ ഡു വിഷ് ഓക്കെ ഐ വോണ ഡു സംതിങ് ഇതിനേക്കാളും കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസുള്ള അല്ലെങ്കിൽ
പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആ സമയത്ത് നമ്മൾക്ക് തോന്നും. അതെ. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് ഇറ്റ്സ് ഹ്യൂജ്. പക്ഷേ ഇത് ഇഷ്ടമല്ല എന്നല്ല, ഒരിക്കലും അല്ല, ഡെഫിനറ്റ്ലി ഇതും ഒരു പോസിറ്റീവ് തിങ് ആയിട്ട്. എല്ലാം ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ എനിക്ക് അങ്ങനെ വളരെ വളരെ കുറവാണ്. അത്രയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക അത്രയും എനിക്ക് തോന്നിയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഐ വിൽ സീ എവറിഥിങ് ദർ ഇസ് പോസിറ്റിവിറ്റി ഇൻ എവറിഥിങ് എന്ന് കാണുന്ന ഒരു ആളാണ്. അപ്പോൾ ഇറ്റ്സ് നത്തിങ് ഈസ് ബാഡ്. ഇപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഉണ്ട് നല്ലതും ചീത്തയും. വി ഓൺലി ഹാവ് ടു സീ ദ ഗുഡ് തിങ്സ്. നമുക്ക് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം എടുക്കുക. നെഗറ്റീവ് തിങ്സ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ദാറ്റ് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ മാളവിക. എപ്പോഴും അത് മാളവികയുടെ വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. നമുക്കത് ഇന്നിപ്പോൾ പോഡ്കാസ്റ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് സംസാരിക്കാൻ പറ്റും. നമുക്ക് അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് തന്നെ പോവാം. പക്ഷെ നമുക്കൊരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇന്നിപ്പോൾ എന്ത് നല്ല സുന്ദരിയായിട്ട് നല്ല സാരി, നല്ല കളർ, ഇതേപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പോലും എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് പ്രസൻറ്റബിൾ ആവാനായിട്ട്. അത് ഈവൻ ഇനോഗ്രേഷന് പോകുമ്പോഴായിക്കോട്ടെ, ഈ പറയുന്ന പോലെ പബ്ലിക്കിനെ ഫേസ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ മീറ്റിങ്ങോ അങ്ങനെ എപ്പോഴും പോകുമ്പോൾ മാളവിക എപ്പോഴും വളരെയധികം കോൺഷ്യസ് ആണ്. വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുമുണ്ട് ടിൽ ഡേറ്റ്. അത് ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകളിലായിക്കോട്ടെ, ഡ്രസ്സിൻ്റെ കളറുകളിൽ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു എക്സ്ക്ലൂസിവിറ്റിയോ എന്തോ ഒരു നമ്മുടെ കണ്ണുകളെ, മറ്റുള്ളവരുടെ കണ്ണുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ചാമിങ് ഒരു ഇതുണ്ടല്ലോ. ഇതൊക്കെ ബിഹൈൻഡിൽ എനിക്കറിയാം. നമ്മുടെ പ്രോഗ്രാം ബിഹൈൻഡ് ദ സീൻസ് ആണെങ്കിൽ ഈ ബിഹൈൻഡ് ദ സീൻസിൽ അത് മാളവികയെ അല്ല, കംപ്ലീറ്റ് എഫേർട്ട് എടുക്കേണ്ടത് അമ്മയാണെന്നുള്ള കാര്യവും അറിയാം. എക്സാക്ട്ലി ഒബ്വിയസ്ലി നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ എപ്പോഴും അമ്മ തന്നെയാണോ, അമ്മ പറയുന്നതാണോ മാളവികയുടെ ഡ്രസ്സിങ്ങിന്റെ ഫൈനൽ വേർഡ്? ഇപ്പോൾ ഇത് അമ്മ ചൂസ് ചെയ്തതല്ല, ഞാൻ ചൂസ് ചെയ്ത ഒരു കളറാണ്. ബട്ട് ബിഹൈൻഡ് ദാറ്റ് ഐ വുഡ് സേ അതിനു മുമ്പ് പ്രീവിയസ്ലി എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും വി ഷുഡ് ഡു ദാറ്റ് കളർ എന്നുള്ളത്. വി ഷുഡ് ചൂസ് ഏതെങ്കിലും ഫംഗ്ഷൻസിന്. അപ്പോൾ അതെൻ്റെ കണ്ണിൽ കണ്ടു. ഇറ്റ്സ് നെവർ എലോൺ മൈ ഡിസിഷൻ. എപ്പോഴും ഞാനത് ഒരു കൺഫർമേഷൻ വരുത്തും. ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ഐ ഹാവ് ഓൾവേസ് വീട്ടില് ഇപ്പം അമ്മ പറയാണ് വേണ്ട മാളവിക, അത് വേണ്ട, നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിങ്ങൾ തമ്മിലൊരു ഇതുണ്ടോ, അതോ അതോടെ അമ്മ പറയുന്നതാണോ ഫൈനൽ വേർഡ്? ഇപ്പോൾ അങ്ങനെ പറയുന്ന ഇൻ കേസ് എനിക്കിപ്പോൾ ചിലപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കളർ വൈസോ എന്തോ ആവട്ടെ, ഞാൻ അതിൽ കുറച്ചും കൂടെ കൂടുതൽ കൺവിൻസ്ഡ് ആണ്. മേ ബി അത് കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ട് ആവുന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ I'll also have something to say back, like ഒരു പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മേ ബി ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ ഒരു ഡിസ്കഷൻ വരും. എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുമല്ലോ എന്താണ് ദ റൈറ്റ്സ് ആൻഡ് ഡോൺസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ബെറ്റർ ഏതാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ പറഞ്ഞാൽ കറക്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ കൺവിൻസ്ഡ് ആവണമെങ്കിൽ then I'll go for that. അല്ലാന്നുണ്ടെങ്കിൽ if she says okay നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ I'll go for me. അങ്ങനെ. ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് ഷോപ്പ് ചെയ്യുന്ന ഒരാളാണോ മാളവിക? കാരണം ഒരുപാട് ഇനോഗ്രേഷൻസും ഒരുപാട് ഫംഗ്ഷൻസും ഈ പറയുന്ന പോലെ സോ കോൾഡ് ഇതെല്ലാം മീറ്റ് ചെയ്യാനുണ്ട്, ഇതിനെല്ലാം പോകാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇന്നിപ്പോൾ പിന്നെ കൊളാബും ഉണ്ടല്ലോ. ബട്ട് സ്റ്റിൽ ഷോപ്പിംഗ് ക്രേസ് ഉള്ള ഒരാളാണോ? അമ്മയ്ക്കുണ്ട്. എനിക്കും കൂടെ വേണ്ടി അമ്മ ചെയ്തോളൂ. ആണോ? അമ്മയാണ് അതും കൂടെ ഏറ്റെടുക്കുന്നത്. അമ്മ ഓൺലൈൻ ഫ്രീക്കാണ്. ഓൺലൈനിൽ ഷീസ് ലൈക്ക് മറ്റേ നമ്മളിപ്പോൾ ഇൻസ്റ്റ റീൽസിലും മീമിയും ഒക്കെ നമ്മൾ കാണില്ലേ, ഹാപ്പിനെസ് ഇസ് ഗെറ്റിംഗ് എന്താ പറയുക കൊറിയേഴ്സ് എവറി ഡേന്ന്. ചില നേരത്ത് അങ്ങനെ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും വർക്കിനൊക്കെ പോയി വരുമ്പോൾ അമ്മ ഇങ്ങനെ കാർട്ടിൽ ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇത് വേണ്ട ജസ്റ്റ് ഓപ്പോസിറ്റാ. നേരെ തിരിച്ചാണ്. സാധാരണ ഇപ്പൊ എന്റെ മോളൊക്കെ ഇടയ്ക്ക് എന്റെ ഫോൺ വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. കാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ അമ്മ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാട്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറയാ. ഇത് നേരെ തിരിച്ചാണല്ലോ. അതെ. അപ്പൊ എനിക്കും കൂടെ ഞാനങ്ങനെ ഷോപ്പിംഗ് ഇല്ല, അമ്മയുടെ കൂടെ പോവും ഇടയ്ക്ക് എന്നല്ലാതെ ഞാനായിട്ട് അങ്ങനെ പോക്ക് കുറവാണ്. അമ്മ ഈ ഷോപ്പ് ചെയ്യണതെല്ലാം മോൾക്ക് വേണ്ടി തന്നെയാണോ അതോ മോനും അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടും ഉണ്ടോ? എല്ലാവർക്കും കൂടി വേണ്ടിയാണ്. ബട്ട് ബേസിക്കലി ഒബ്വിയസ്ലി പബ്ലിക് ഫിഗർ ആണല്ലോ. അതെ. ഓക്കെ. എനിക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ ചോദിച്ചല്ലോ കൊളാബ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഐ മോസ്റ്റ്ലി പ്രിഫർ കാഷ്വൽസ്. അങ്ങനത്തെയാണ് എനിക്ക് ആവശ്യം. കാരണം ഇപ്പോൾ
ഇപ്പോൾ ഒരു ഫംഗ്ഷന് ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കനോട്ട് യൂസ് ഇറ്റ് ഫോർ ദി നെക്സ്റ്റ് ഫംഗ്ഷൻ. സെയിം വേറെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പബ്ലിക് ഫംഗ്ഷനിൽ. സോ ആ സമയത്ത് ഐ ഗോ ഫോർ കാഷ്വൽസ് വിച്ച് ഐ ക്യാൻ വെയർ ഡബിൾ 5-10 ടൈംസ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കാഷ്വൽസ് ആയി വെയർ. ഓക്കെ ഓക്കെ. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം മാളവികയ്ക്ക് കൂടുതലും കംഫർട്ട് ആയിട്ടുള്ളതും പേഴ്സണൽ പ്രിഫറൻസും ഈ ഫംഗ്ഷൻ വിട്ട് കഴിഞ്ഞാൽ അതല്ലാതെ നോർമൽ ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ട് തരുന്നത് എന്ത് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമാണ്? വീട്ടിലിരുന്നാണോ ചോദിക്കുന്നത്? വീട്ടിലും പുറത്തൊക്കെ ചുമ്മാ നിങ്ങൾ കാഷ്വൽ ആയിട്ട് ഇറങ്ങുമ്പോൾ, നോട്ട് ഫോർ ഇങ്ങനെ ഫംഗ്ഷൻസിനല്ലാണ്ട് ജസ്റ്റ് ഒരു കുർത്തി, ജീൻസ് കുർത്തി, അങ്ങനെ എപ്പോഴും കാഷ്വൽ ആയിട്ട് തന്നെ ഇരിക്കാനാണ്. ഇറ്റ്സ് ലൈക്ക് എവിടെയും കോൺഷ്യസ് ആവാതെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വെയേഴ്സ്. ഇറ്റ്സ് കുർത്തി ഓൾവേസ്, അല്ലെങ്കിൽ ജീൻ ടോപ്പ്, അങ്ങനെയൊക്കെ തന്നെ. എനിത്തിങ് ദാറ്റ് കംസ് ടു കാഷ്വൽ ആയിട്ട് വരുന്നതിൽ. ഓക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ കാണുന്ന മാളവിക ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, നായികയായിട്ട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടില്ല എങ്കിൽ പോലും നല്ല സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് സീൻസ് ആയിരിക്കും ചില സിനിമകളിൽ ഉണ്ടാവുക. പക്ഷേ ആ സീനിലൂടെ നമ്മൾ മനസ്സിൽ ഇന്നും സൂക്ഷിച്ചു വെക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ആ ഒരു ഭാഗ്യം മാളവികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ജേർണിയുടെ തുടക്കം മുതൽ സംസാരിക്കാം. കൊടുങ്ങല്ലൂരുകാരിയായിരുന്ന മാളവിക മേനൻ എങ്ങനെ ഒരു സെലിബ്രിറ്റിയായി, എവിടുന്ന് ആയി, ആ ഒരു ജേർണിയിൽ നിന്നൊന്ന് പറയാം മാളവിക. മാളവികയുടെ ആഗ്രഹമായിരുന്നോ ചെറുപ്പം മുതലേ എനിക്ക് നാളെ ഒരു സെലിബ്രിറ്റി ഇതുപോലത്തെ ഈ ഒരു സ്റ്റാർഡം ആഗ്രഹിച്ചിരുന്നോ? നെവർ. പിന്നെ ഇല്ല, അങ്ങനെ ഞാൻ സ്വപ്നമൊന്നും കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല. ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇങ്ങനൊരു. എനിക്ക് ചെറുപ്പത്തിൽ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, എനിക്ക് വളരെ കുഞ്ഞല്ല, ബട്ട് മേ ബി വെൻ ഐ എം ലൈക്ക് 4th or 5th പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചോദിച്ചിരുന്നു മൂവീസ് ചെയ്യാനായിട്ട്. ബട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ ഐ വാസ് വെരി റിസർവ്ഡ്, വെരി ഇൻട്രോവേർട്ടഡ് ഗേൾ. അപ്പോൾ അതൊന്നും ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് എന്നുള്ള ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വെരി സ്മാർട്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര സ്മാർട്ടാണ്. അയ്യോ, വേറെ ലെവലാ. ദേ ബിഹേവ് ലൈക്ക് അഡൾട്ട്സ്. അപ്പോൾ എല്ലാം അറിയാം. അപ്പോൾ അന്നൊന്നും അങ്ങനെയൊന്നല്ല. അന്ന് അതെ, നമുക്കറിയാലോ അന്നത്തെ കുട്ടികളൊക്കെ വളരെ സൈലന്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇല്ല, ഞാനൊന്നും ചെയ്യില്ല എന്നുള്ളതായിരുന്നു പറയുന്നത്. ഓൺ ദി ഗോ കുറച്ച് വലുതായി, പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നു. അന്നും അതിനുള്ള ബോധമില്ല, എന്താ വീട്ടിൽ നടക്കണേന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ഒരു സമയത്തും എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചു വന്നു, സീയിങ് മൈ പിക്ചേഴ്സ് ഓൺ FB ഒക്കെ. ഓക്കെ. അപ്പോൾ ഇറ്റ് വാസ്, എന്താ പറയുക, ലൈഫ് വാസ് ഓൺ ദി എഡ്ജ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടുള്ള അറിവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വി ജസ്റ്റ് തോട്ട് ഓക്കെ വി വിൽ ഗിവ് എ ട്രൈ. ഓക്കെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇതാണ് അന്ന്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഫസ്റ്റ് ഫിലിം ചെയ്തപ്പോൾ ഓക്കെ ചെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അത് നിദ്ര എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്തത്. ഓക്കെ, വിച്ച് ഈസ് 2012. സിദ്ധാർത്ഥ് ഭരതൻ്റെ മൂവി. അപ്പോൾ അത് ഒരു 3 to 4 days or 5 days ഉള്ള ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി ഷൂട്ടിങ് ആദ്യമായിട്ടൊക്കെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് പോകും, ഐ എം ഇൻ ദിസ് എന്നുള്ള ഇതിൽ കാണാൻ പോകുന്നു. അപ്പോൾ കുറേ ആർട്ടിസ്റ്റൊക്കെ ഉള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ഇങ്ങനെയൊക്കെയാണ്, കൊള്ളാം എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റും, എനിക്ക് സെറ്റ് ആവുന്നുള്ളൊരു തോന്നൽ വന്നു. അതായത് ആ ഒരു ഹംഗാമ കണ്ടപ്പോൾ രസമായിട്ട് തോന്നി, എല്ലാവരും കൂടെ ആ ഒരു ടീം വർക്കും എല്ലാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ മൂവി കഴിഞ്ഞപ്പോൾ ഓക്കെ മതിയല്ലേ, കഴിഞ്ഞു അല്ലേ, ഇനി അത് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു രീതിയിലായിരുന്നു. എന്താ നെക്സ്റ്റ് എന്ന് ഒന്നും അറിയില്ലല്ലോ. അപ്പോഴാണ് എനിക്ക് ഹീറോ എന്ന് പറഞ്ഞ മൂവിയിൽ നിന്ന് വേറൊരു കോള് വന്നേ, പൃഥ്വിരാജിന്റെ സിസ്റ്റർ ആയിട്ട് ചെയ്യണമെന്ന്. അപ്പം വെരി ഡൈ ഹാഡ് ഫാൻ ഓഫ് പൃഥ്വിരാജ്. ഐ നോ ദാറ്റ്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതും കൂടെ ചെയ്ത് നിർത്താം. അല്ല, എന്തുകൊണ്ടാണ് ഓരോന്നും കഴിയുമ്പോൾ നിർത്താം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നത്, കണ്ടിന്യൂ ചെയ്യാമെന്നൊരു തോന്നൽ വരാതിരുന്നത്? ഐ ഡോണ്ട് നോ. ആ ഒരു ഏജിൽ ആ സമയത്ത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. മേ ബി ദ തിങ് ഈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്രയും ഈ പുൾ ബാക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഈ ഒരു ഓപ്പൺ ചെയ്ത ഈ ഒരു ഡോറിലേക്ക് എനിക്ക് അത്ര മിംഗ്ലിങ് അത്ര എളുപ്പമല്ല ഒരിക്കലും. ഒരിക്കലും എളുപ്പമല്ല. അപ്പം ഐ തിങ്ക് ദാറ്റ്സ് എ ഫസ്റ്റ് റീസൺ. പിന്നെ അറിയില്ല വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല അവിടെ. അപ്പോൾ ശരി, അതും കൂടെ കഴിയാം. ഓൺലി തിങ് ഇസ് പൃഥ്വിരാജിനെ കാണാലോ. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഫൈൻ ഡൺ, നിർത്താം. അത് കഴിഞ്ഞപ്പോഴാണ് 916 വന്നത്. 916 ഇസ് ലൈക്ക് എവ്രിബഡി വാസ് ലൈക്ക്, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ വന്നപ്പോൾ.
ഈവൻ എൻ്റെ ഫാമിലിക്കും ടെൻഷൻ ആയിരുന്നു ബിക്കോസ് ഓഫ് മൈ ക്യാരക്ടർ. അതായത് എൻ്റെ ഓൺ ക്യാരക്ടർ ഇത്രയും പാവം പിടിച്ച കുട്ടി ഇവിടെ എന്ത് ചെയ്യാനോ പോയിട്ട് എന്നുള്ള ഈ ഒരു ക്യാരക്ടർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് വാസ് കുറച്ച് കൂടുതൽ ഡേയ്സും കുറച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു റോളായിരുന്നു. അതിൽ ലീഡിങ് തന്നെയായിരുന്നല്ലോ, ലീഡിങ് റോൾ ആയിരുന്നു. അപ്പോ അത് കഥ കേട്ടപ്പോ പിന്നെ എനിക്കും കൂടെ ടെൻഷൻ. ഈശ്വര ഞാനത് എന്നെ കൊണ്ട് താങ്ങോ, ഞാനിത് എങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ചുറ്റുമുള്ളവരെല്ലാവരും അല്ല സരസ്വദേവിയാണ് ഇങ്ങനെ കയ്യിൽ വന്നിട്ട് തട്ടിക്കളയരുത്, എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു റോളാണ്, ഒന്ന് മൂവിയിലേക്ക് സ്റ്റെപ്പ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന. അപ്പോൾ ഞാനിതൊക്കെ കേട്ടപ്പോൾ ഓക്കെ ഐ സി, ശരി എന്നാൽ ചെയ്തു നോക്കാം. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ ആൻ എസ്കേപ്പ് ഫ്രം മൈ സ്റ്റഡീസ്. 10th ഓക്കെ, ഐ മീൻ 9th കഴിഞ്ഞ് നിൽക്കുന്നു. സോ ചെയ്യാം എന്ന് ഞാനും പറഞ്ഞു. എന്ത് ധൈര്യത്തിലാണെന്നും അറിയില്ല. ബട്ട് അത് കൈൻഡ് ഓഫ് വാസ് ദി ബെസ്റ്റ് വെക്കേഷൻ എവർ എന്ന് വേണമെങ്കിൽ പറയാം. സച്ച് എ ബ്യൂട്ടിഫുൾ സെറ്റ് ദാറ്റ് വാസ്. എന്നെ ആ ഒരു ഏജിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ സ്കൂൾ കുട്ടിയുടെ പോലെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഷോട്ട് ഞാൻ ഇങ്ങനെ പുറത്തു പോകും. അതാണെങ്കിൽ കാലിക്കറ്റ് ആയിരുന്നു ഷൂട്ട്. ദി ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു ഇത്തയുടെ വീട്ടിലായിരുന്നു. ആൻഡ് ഷീ ഈസ് ആൻ അമേസിങ് കുക്ക്. അപ്പോൾ ഇഫ്താറൊക്കെ നടക്കുന്ന ടൈമായിരുന്നു. ഇറ്റ് വാസ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ദ ബെസ്റ്റ് മെമ്മറി. ഡയറക്ടറായാലും ദി ഹോൾ സെറ്റ്. അന്ന് അതിൽ ധ്യാൻ ചേട്ടനൊക്കെ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് മോഹൻ സാറിൻ്റെ നെഫ്യൂ ആണ്. സോ അപ്പോൾ ദ ഫാമിലി ടീം വാസ് ദർ. എല്ലാവരും ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തു. അപ്പോൾ അത് എനിക്കൊരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയി മാറിയത്. ഓൾമോസ്റ്റ് ലൈക്ക് 60 days ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് അനൂപേട്ടനും ആസിഫിക്കയും എല്ലാവരും എവ്രിബഡി വാസ് ലൈക്ക് അത്ര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. മുമ്പ് വേണ്ട നമുക്ക് നിർത്താമെന്ന് ചോദിച്ചില്ലേ, എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല എന്ന്. ആഫ്റ്റർ ദിസ് ഐ വാസ് ലൈക്ക് ദിസ് ഇസ് നൈസ്. ഓക്കെ, അപ്പൊ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാന്ന് തോന്നുന്നു. അന്ന് എനിക്ക് തോന്നി കൊള്ളാലോ. ഓക്കെ, 916ന്റെ സെറ്റിൽ നിന്നാണ് ഓക്കെ ഞാനിത് ഐ ഷുഡ് കണ്ടിന്യൂ ഈ ഒരു 916 ആ ഒരു തോട്ട് പ്രോസസ് വന്നു. ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോയില്ല. ഓക്കെ, ഈ എന്താണ് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ചുകൂടെ കൂടുതൽ. ആൻഡ് ദി ക്യാരക്ടർ വാസ് ഓൾസോ ലൈക്ക് ഓക്കെ ചെയ്യാനുള്ളൊരു ഇതായിരുന്നു. അതിനുശേഷം നടനൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്നു, നടനിലൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇനിയും ചെയ്യണം, ക്യാരക്ടർ വൈസ് ഇനി ചെയ്യണം എന്ന് എനിക്ക് തോന്നാൻ കാരണം. മറ്റേത് ഗെറ്റിംഗ് പാമ്പേർഡ് അല്ലേ, പലരുടെ സൈഡിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ കംഫർട്ട് ആക്കുന്നു. ദിസ് ഫൺ എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയത് 916 കൊള്ളാലോ, ഭയങ്കര ഫാമിലി പോലെ. ഞാൻ എന്താ പറയുക, സ്കൂളിലും കൂടെ കിട്ടാത്ത ഒരുപക്ഷെ ഒരു ഫൺ എന്റർടൈൻമെന്റ് എനിക്ക് അവിടെ കിട്ടിയൊരു ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കൊള്ളാലോ, നല്ല പരിപാടിയാണ്. പക്ഷേ അഭിനയത്തിനെ ഒരു സീരിയസ് ആയിട്ട് കാണുന്നതും ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ ഇപ്പം ഇതുവരെയും ഇപ്പം ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴോ അല്ലെ കഥാപാത്രം വായിക്കുമ്പോഴോ അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കിയിട്ടോ ഞാനിത് എങ്ങനെ പോർട്രേ ചെയ്യണം, എങ്ങനെ എൻ്റെ ആംഗിൾ, ഞാൻ എന്തൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രീ വർക്ക്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം, അത്രയ്ക്കൊക്കെ കീനായിട്ടൊന്നും ചിന്തിക്കാതെ ആയിരിക്കണം ഒരു പക്ഷെ ഇതുവരേക്കും പോയിട്ടുണ്ടാവുക ആണോ? അന്നൊക്കെ ഡെഫിനറ്റ്ലി. അന്ന് ഡയറക്ടർ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ 916 ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അന്ന് എന്താ പറയണേ, ഞാൻ അവിടെ പുറത്ത് ഗ്രൗണ്ടിൽ വീടിൻ്റെ ഉമ്മർത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കഴിക്കും. അപ്പോഴേക്ക് ഷോർട്ട് റേറ്റിന്ന് പറഞ്ഞു, അപ്പോൾ ഈ ഇത് തരും, അപ്പോൾ ഇത് പറയണമെന്ന് പറയും, ഓക്കെ ഇന്ന മൂഡിൽ പറയണമെന്ന് പറയും, ഓക്കെ ഞാനപ്പോൾ ഓക്കെ അതാണ് ഇഷ്ടം ആ സമയത്ത്. അല്ലാതെ അന്നൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ദിസ് മൂഡ്, അതൊന്നുമില്ല, എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റൊക്കെ ഇതുപോലെ ഐ ഗോട്ട് ടു സീ ദം വാട്ട് ദേ ആർ ഡൂയിങ് ആ സമയത്ത്. അപ്പം അതൊക്കെ കൈൻഡ് ഓഫ് എ സ്ട്രൈറ്റ്. ആൻഡ് കുറച്ച് പേര് അഡ്വൈസ് ചെയ്ത് തന്നിരുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഈവൻ എൻ്റെ അമ്മയും ഒരുപാട് പറയും, അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും അച്ഛനും ആർട്ട് ഏത് രീതിയിലും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവരും ഇതുപോലെ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാറുണ്ട്, സി അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, സി അവർ നോക്കൂ ആ മൂവി കാണും, അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ പക്ഷേ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ആ ബോധം വന്നു. അന്നേരം ആ സമയത്തൊക്കെ മാളവികയും വളരെ യങ്ങാണ്. എത്ര പറഞ്ഞാലും ഏജ് വൈസ് അത്രയ്ക്കൊന്നും മെച്യൂരിറ്റി ഇല്ല, അത്രയ്ക്കൊന്നും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ചെയ്യുക അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെയായിരുന്നില്ലേ. പക്ഷെ പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ ഞാൻ ഇനി ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നോ, അങ്ങനെ പിന്നെ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്നൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ ആ ഒരു സീരിയസ് ഇത് തിങ്ക് ചെയ്യണതും അതിലേക്ക് എത്തുന്നതും പിന്നീട് എപ്പോഴാണ്? ഞാനതാ പറഞ്ഞത്, നടൻ എന്ന് പറഞ്ഞ മൂവി ചെയ്യുമ്പോഴായിരുന്നു ജയറാമേട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ ഞങ്ങൾ അച്ഛനും മോളുമായിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ആ സമയത്താണ് ജയറാമേൻ്റെ അമ്മയൊക്കെ മരിച്ചു പോയത്. സോ എന്താ പറയുക, ഈ സ്റ്റേറ്റ് ബാക്ക് ദർ ആ ഒരു അന്നത്തെ ഡേ ഷൂട്ട് തീർക്കാനായിട്ട്. ആൻഡ് ദെൻ ഹി വെൻറ്റ്. കാരണം ഒരു ഹോൾ ക്രൂവിൻ്റെ ഒരു വെയിറ്റിംഗ് ആണത്. ഐ തിങ്ക് ഹി ഹാഡ് ടു ഗോ ഫാർ. അപ്പോൾ സംതിങ് സ്ട്രൈക്ക് മീ. ആ ഒരു ഇമോഷണൽ സീൻ ആ സമയത്ത് ചെയ്യുമ്പോഴും അയ്യോ എന്തൊക്കെയാണ് എനിക്കറിയില്ല, ഒരു 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 എന്താ പറയുക, റോളർ കോസ്റ്റർ റൈഡായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അറിയില്ല, ഓരോ ദിവസം നമുക്ക് ഓരോ തോട്ടാണെന്ന് അറിയില്ല, അതുപോലെയായിരുന്നു ദാറ്റ് മൂമെൻറ്റ്. ഐ ഫെൽ ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയതും ഇറ്റ് വാസ് കുറച്ച് ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഡേയ്സ് ഞാൻ എത്ര ചെയ്തു എന്ന്, പക്ഷെ ആ ക്യാരക്ടർ മേ ബി ഹാസ് ഗോട്ട് ഇൻ ടു മീ സംഹൗ വാണ്ടഡ്ലി ഓർ നോട്ട്, അറിയില്ല. അതെനിക്കിഷ്ടമായി. അങ്ങനെ അപ്പം ഞാൻ ചിന്തിച്ചു കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണം എന്ന്. പിന്നെ നമ്മൾ വിചാരിക്കണ പോലെ എല്ലാം നെക്സ്റ്റ് ഡേ നടക്കില്ലല്ലോ. അപ്പോൾ ടൈംസ് വെൻ ഞാൻ വെറുതെ ഇരുന്ന് ആലോചിക്കും. കുറേ നല്ല മൂവീസൊക്കെ ഇതുപോലെ ക്യാരക്ടർ റോൾസ് വന്നത് തമിഴിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് കുറച്ചൊക്കെ നല്ലത് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ടേക്കിംഗ് അതർ പീപ്പിൾസ് അഡ്വൈസ് ദാറ്റ് അയ്യോ അങ്ങനെ ചെയ്യരുത്, ആ ക്യാരക്ടർ ചെയ്ത് സിസ്റ്റർ ക്യാരക്ടർ അവിടെ ഞാൻ ചെയ്യരുത്, പിന്നെ യു കാൺ ഡു ദിസ് ക്യാരക്ടർ അവിടെ മെയിനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഈ അന്ന് നമ്മൾ കേൾക്കുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു കറക്റ്റ് ഡിസിഷൻ. വി ആർ നത്തിങ്, അല്ലെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ. സോ ഓക്കെ, മേ ബി അവർ ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ ഓക്കെ അത് ശരിയായിരിക്കാം. അപ്പോൾ ഈവൻ എക്സാമ്പിൾസും കൂടെ പറയുമ്പോൾ ഓക്കെ. പക്ഷെ പിന്നീട് നമുക്ക് തോന്നി ഐ ഷുഡൻ്റ് വരുന്ന റോൾസ് മേ ബി ഇഫ് അത് നമുക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഐ ഷുഡ് ഹാവ് ഗോൺ ഫോർ ദാറ്റ്. ഞാനത് ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിൽ ഡോർ നോക്ക് ചെയ്യണമെന്നില്ല. ഐ ഷുഡ് ഹാവ് ടേക്കൺ വെൻ ഐ ആക്ച്വലി റിസീവ്ഡ് കോൾ എന്ന് തോന്നിയിട്ടുണ്ട്. ലക്ഷ്മി ദേവി വന്ന് പഠിക്കൽ നിൽക്കുമ്പോൾ നമ്മൾ അത് എപ്പം തന്നെ എടുക്കണം. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ മാളവിക പറഞ്ഞ പോലെ അത് പിന്നീട് അതപ്പോൾ റിഗ്രറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത്തരം ആ റിഗ്രഷൻ അങ്ങനെ റിഗ്രറ്റ് ചെയ്ത് തമിഴ് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ മാത്രമാണോ അതോ നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നിരുന്നു? അത് പക്ഷെ വാണ്ടഡ്ലി കളഞ്ഞതല്ല. ഐ കുഡൻ ഡു ഇറ്റ്. അത് ആ സമയത്ത് ഞാൻ എന്തോ ഒരു തമിഴ് മൂവി ചെയ്യായിരുന്നു. ഓ അങ്ങനെ സിറ്റുവേഷൻ ഒരു 2 days ബിഫോർ ഐ ഗോട്ട് എ ബ്യൂട്ടിഫുൾ റോൾ ഇവിടെ. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അത് നല്ലൊരു ഫിലിമായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ. ഒരു സമയം അതായിരുന്നു, ഞാൻ പുറത്തു പോകുന്നു അപ്പോൾ കറക്റ്റ് എനിക്ക് ഇവിടുന്ന് കോൾ വരും. എന്താണെന്നറിയില്ല, ഒരേ സമയത്ത് തന്നെ നമുക്ക് ചിലപ്പം വളരെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേറ്റിലേക്ക്. ഐ തിങ്ക് മേ ബി ഐ ആം ഡിസ്റ്റൈൻ ടു ഡു ദിസ് ഇപ്പോൾ. ഓക്കെ, നമുക്ക് സമയമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലത്തെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്ത ഒരാളാണ് മാളവിക അല്ലേ? പല പല സിനിമകളിലും തമിഴിൽ നിന്നും ഞാൻ കേട്ടിടത്തോളം തമിഴിൽ നിന്നും നല്ല ലീഡിങ് ക്യാരക്ടേഴ്സും ലീഡ് റോൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും മാളവിക എത്തിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ലീഡ് റോളും ചെയ്യാതെയും തമിഴിലും ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിലേക്ക് തന്നെ പോവുക ചെയ്തത്. അതും ഈ പറയുന്ന പോലെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തതാണോ അത് ഈ പറയുന്ന പോലെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ആയിപ്പോയതാണോ? കോൺഷ്യസ്ലി സെലക്ട് ചെയ്തതല്ല. ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു, ബട്ട് പല കാര്യങ്ങളും കൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിൻ ലീഡ്സ് ചിലതെന്ന് പറഞ്ഞാൽ മേ ബി ഐ ഡോണ്ട് നോ, മേ ബി ഐ നീഡ് ടു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഇനിയും എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടോ? ക്യാരക്ടർ ഓർ ഇൻ ടു മൈ പ്രൊഫഷൻ. ആ ക്യാരക്ടർ എന്ന് പെർട്ടിക്കുലർലി അല്ല, ഇൻ ടു ദി പ്രൊഫഷൻ. ഞാൻ നിൽക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക്. അറിയില്ല, ചിലപ്പോൾ ലക്കായിരിക്കാം. ഇതോ ഈ പറയുന്ന പോലെ ഇപ്പോൾ ചിലർ ചോദിക്കില്ലേ ഹൗ ഡിഡ് യു ഏൺ ദിസ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ്, എന്താ പറയുക, ഈ ഒരു സീറ്റിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഇതൊക്കെ തന്നെയല്ലേ പറയാം, ഡിറ്റർമിനേഷൻ, ലക്ക് ഫാക്ടർ ഒക്കെ സെയിം ഗോസ് ടു. നമുക്കത് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തതിനും ദാറ്റ്സ് ഡെഫിനറ്റ്ലി ദി റീസൺ. ഒരു പക്ഷേ അറിയില്ല എന്തുകൊണ്ടാണ് എന്ന്, ഐ ഡോണ്ട് നോ. അപ്പോൾ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ തുടക്ക സമയത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഇൻഡസ്ട്രീനെ കുറിച്ച് മനസ്സിലാക്കി കുറച്ചും കൂടി എക്സ്പീരിയൻസ് വന്നു, കുറച്ചും കൂടെ മെച്യൂർഡായി. അങ്ങനെയുള്ളപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്നേരം എൻ്റെ കുറേ തീരുമാനങ്ങളിൽ തെറ്റിപ്പോയി, ഞാൻ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു, ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ റിഗ്രറ്റ് ചെയ്തു, ഗിൽറ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പം ഒരുപാട് എന്നിലെ കുറവുകൾ തന്നെ പലതും ഇപ്പോൾ മാളവികയ്ക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ? ഞാൻ അവിടെ കുറച്ചും കൂടെയൊക്കെ ബെറ്ററായിട്ട് ഞാനത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എത്രയോ നല്ല ക്യാരക്ടേഴ്സ് വന്നേനെ അല്ലേ?
അതെ ലൈക്ക് നമ്മൾ ഒരിക്കലും 100 അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, മേ ബി ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ആ ഫ്ലോസ് മനസ്സിലാക്കുമ്പോഴാണ് ഒരു പക്ഷേ നെക്സ്റ്റ് ടൈം വി ആർ ഏബിൾ ടു കോപ്പ് ഇറ്റ് അപ്പ് എനിക്ക് തോന്നുന്നു. ആണല്ലോ, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇംപ്രൂവ്മെന്റ് ഇൻ ദാറ്റ്. ഓർ ഓക്കെ, ഇപ്പോൾ ഞാൻ ഇംപ്രൂവ്ഡ് ആയിരുന്നോ എനിക്കറിയില്ല. ഐ തിങ്ക് ഐ ഹാവ് ബിക്കം ബെറ്റർ ഫ്രം വാട്ട് ഐ ഹാവ് ബീൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇറ്റ്സ് എ കോമൺ തിങ്, എല്ലാവരിലും ഉണ്ടാവുന്ന ഒരു, വെദർ ഇറ്റ്സ് ഇൻ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ഏത് ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെയാവും. വിത്ത് എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കി ചെയ്യാണല്ലോ എല്ലാം. അതെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മേ ബി പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ അയക്കാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഇസ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ പൊസിഷൻ എവിടെയാണ് വെക്കുന്നത് അതനുസരിച്ച് നമുക്ക് നിൽക്കാൻ അറിയാം. ബേസിക് തിങ്സ് ആയിരിക്കും, പക്ഷേ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഡെഫിനറ്റ്ലി. ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാനും എല്ലാം മൊത്തത്തിൽ ടോട്ടൽ കവറിങ് അപ്പ്. ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണെങ്കിലും നടനിലൂടെയാണ് ഓക്കെ ഇത് കൊള്ളാം, പിന്നെ ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തോന്നിയതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്നും ഇനി ഓക്കെ എൻ്റെ മേഖല, ഞാൻ ഇതിനോട് ഭയങ്കരധികം പാഷനേറ്റ് ആണ്, ഇത് തന്നെ ആയിരിക്കും എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ഫ്യൂച്ചർ ഞാൻ ഇതിൽ കാണുന്നു, ഞാൻ ഇനി ഇതിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ഞാൻ നല്ല രീതിയിൽ ചെയ്യാം എന്നൊരു തോന്നലും, അങ്ങനെ പിന്നെ മുന്നോട്ട് ഒരുപാട് നല്ല പൊറിഞ്ചു മറിയം ജോസ് ആയിക്കോട്ടെ, ജോസഫ് ആയിക്കോട്ടെ, പിന്നീട് അങ്ങോട്ട് വന്ന ഒരുപാട് സിനിമകൾക്ക് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നതിന് ശേഷം എടുത്തതായിരിക്കും അല്ലേ? ഈ ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് ചെയ്താലായിരിക്കും, നമ്മളിപ്പോൾ ഈ പറയില്ലേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കും ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ള. അതേപോലെ ഇപ്പോൾ ആ തോട്ട് തന്നെയാണോ കറക്റ്റ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ദെൻ ഐ വോണ്ടഡ് ടു ഡു സം ബിഗർ മൂവീസ്. അപ്പോൾ ബിഗർ മൂവീസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ബിഗർ മൂവിയിൽ എനിക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഇരുന്നില്ല. ഓക്കെ, അങ്ങനെയും വിചാരിച്ചിരുന്നു ഒരു സമയത്ത്. ഓക്കെ ലെറ്റ്സ് വെയിറ്റ് എന്ന്. അപ്പോൾ അത് വർക്ക്ഔട്ട് ആവില്ല, എനിക്ക് വർക്ക്ഔട്ട് ആയില്ല. അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരിത്. അപ്പോൾ ഇപ്പോൾ ആറാട്ട് അല്ലെങ്കിൽ പൊറിഞ്ചു മറിയം ജോസ്, പൊറിഞ്ചും ജോസഫും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരെ എന്നെ കാണുമ്പോൾ ആ ക്യാരക്ടർ ഇഷ്ടാട്ടോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അതിൽ. അപ്പോൾ ദാറ്റ് മേക്സ് മീ ഹാപ്പി. അപ്പോൾ ഐ ഫീൽ ഓക്കെ ദാറ്റ് വാസ് എ റൈറ്റ് ചോയ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി, ഒന്ന് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അതിനപ്പുറം വേറെ വി ഹാവ് ഡൺ സംതിങ് എന്നുള്ളൊരു ഫീലായി. അപ്പോൾ അത് കോൺഷ്യസ്ലി ചെയ്തൊരു കാര്യം തന്നെയാണ് ആ ഒരു ചേഞ്ച്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം മാളവികയുടെ ഓൺ ഡിസിഷനാണോ അതോ അതിലും അമ്മയുടെ ഒരു ഹെൽപ്പ് എടുക്കാറുണ്ടോ? ഞാൻ കേൾക്കും, ഡെഫിനറ്റ്ലി ഞാൻ വീട്ടിലും സംസാരിക്കാറുണ്ട്. ഫാമിലിയോട് പറയും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ക്യാരക്ടർ ഇതാണ്, സോ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഡിസ്കസ് എന്നിട്ട് തന്നെയാണ്. അങ്ങനെയാണ് ഫാമിലിയുടെയും കൂടി ഒരു ഒപ്പീനിയൻ എടുത്തുകൊണ്ട് തന്നെയാണ്. എല്ലാം. കാരണം എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയത്തോളം മാളവിക നമ്മളൊക്കെ ഇനോഗ്രേഷനിലും ഇങ്ങനെയൊക്കെ കണ്ട് നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലത്തെ ഒരു ആ ഒരു എന്താ പറയുക സ്റ്റാർഡം മാത്രം ക്യാരി ചെയ്യുന്ന പോലത്തെ അങ്ങനെയല്ല, വളരെ ഫാമിലി ഗേൾ ആണ്. എല്ലാത്തിനും അമ്മ അമ്മ അമ്മ, ഒന്നും എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റൂല. അതെ, അങ്ങനെ ഒരു ഇതിൽ നിന്ന് വേണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു താല്പര്യമുള്ള ഒരാൾ അല്ലേ? ഇപ്പോൾ തൊട്ട് മുന്നേ ഇതിനിടയിൽ നമ്മൾ പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയ ഇതുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചും കൂടെ പറയാം. പൃഥ്വിരാജ് എന്ന് എനിക്ക് തോന്നുന്നു മാളവികയ്ക്ക് ഇപ്പോഴും ഏറ്റവും ഭയങ്കര ഒരു ഫാൻ ഗേൾ ആണ് അല്ലേ? എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അത് പൃഥ്വിരാജിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയണത് ഇത്രയും ഇഷ്ടത്തോടെ നിൽക്കുന്ന ഒരു ഇതും കൂടെ ആകുമ്പോൾ ഒരുപാട് എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അപ്പം പേടിയും ഉണ്ട്. ബിക്കോസ് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ, പോസ്റ്റ്ലി ഒട്ടും അറിയില്ല ഇവരാരെയും. അപ്പോൾ അയ്യോ എന്തെങ്കിലും പറയോ, എന്ത് ജാടയായിരിക്കോ. ബിക്കോസ് അന്ന് ഇപ്പൊ നമുക്ക് റിലേറ്റബിൾ ആണ്. അപ്പം നോർമൽ ഒരാൾ നമ്മളെങ്ങനെയായിരിക്കും കാണാന്നുള്ളത് ഞാൻ അന്ന് അങ്ങനെയായിരുന്നു കണ്ടിരുന്ന ഇവരെയൊക്കെ. സ്റ്റാർസിനെ കാണുമ്പോൾ അയ്യോ മിണ്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതൊക്കെയാണല്ലോ. അപ്പൊ അതും ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അപ്പോൾ അവിടെ ഒരു ഫാൻ ഗേൾ അവിടെ സെറ്റിൽ ആക്ടറിനെ മീറ്റ് ചെയ്തപ്പോൾ, ആ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു കൂടെ നിങ്ങൾ അഭിനയിക്കുകയും കൂടിയാണ്. ആ ഒരു മൊമെന്റ് അതൊന്ന് പറയൂ. ഓ മൈ ഗോഡ്, അയ്യോ വീട്ടിലെല്ലാവർക്കും അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫാനാണ് എന്നുള്ളത്. ബട്ട്
ഐ എം നോട്ട് ദാറ്റ് എക്സ്പ്രസീവ് നേരിട്ട് കാണുമ്പോൾ. ഇറ്റ്സ് ലൈക്ക് ചിലർ ഭയങ്കര എക്സ്പ്രസീവ് അല്ലേ, ചാടി പോയി കെട്ടിപ്പിടിച്ച് ഫുട്ടെടുത്തോട്ടേ അല്ലെങ്കിൽ കിസിയിലും അങ്ങനെ. ഞാൻ അങ്ങനെ ഒന്നുമല്ല, ഞാനെല്ലാം കൺട്രോൾഡ് ആവുള്ളൂ. ലൈക്ക് എന്തെങ്കിലും പറയുമ്പോ തന്നെ ഉള്ളില് ഇങ്ങനെ ഞാൻ കിടന്ന ഡാൻസ് കളിക്കണ്ടാവും, പക്ഷെ പുറത്തൊന്നും കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പേഴ്സണാ. അപ്പോ ചിലവരിത് പറയും ഒന്നും കാണില്ല. ഞാൻ പറയും ഉള്ളിലും. അതായത് ഒരു സ്ലം ഏരിയയിലുള്ള ഒരു ഷൂട്ടായിരുന്നു അത്. അപ്പോൾ എന്നെയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇട്ട് കറുപ്പിക്കുന്നുമുണ്ട് സ്ലം ഗെറ്റപ്പിലേക്ക് എല്ലാവരും വരാനായിട്ട്. അപ്പോൾ പൃഥ്വിരാജ് അന്ന് ആ ഒരു സ്ലം ഏരിയയിലെ ഫാമിലിയിൽ നമ്മളാണെങ്കിലും ഹീ വാസ് നോട്ട് അത്ര ടാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓവർ ടാൻ അല്ല. അപ്പോൾ ഹീ ഗെയിം ആൻഡ് ആസ്ക്ഡ്, എൻ്റെ അനീറ്റിയുടെ ക്യാരക്ടർ അല്ലേ, ഇതെന്താ ഇത്രയും കറുപ്പിക്കണേ? അപ്പോൾ ലൈക്ക് ചെറിയ ചെറിയ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മതി എനിക്ക്. പിന്നെ ആ ഒരു മൊമെന്റ് ആണ് ഐ എൻജോയ് ദി മോസ്റ്റ്. കണ്ടു, സംതൃപ്തി, ഓക്കെ, ഫോട്ടോ ഒക്കെ എടുത്തു. ഓക്കെ, പൃഥ്വിയോടുള്ള ഇഷ്ടം പറഞ്ഞു. അതേപോലെ തന്നെ ജോജു മാള എന്ന് പറഞ്ഞ ഒരു ആക്ടർ, അല്ലെങ്കിൽ ജോജുവിനോടുള്ള ഒരു ഇഷ്ടവും ഒരു അടുപ്പവും എന്താ പറയുക, ഭയങ്കര, എനിക്കറിയാം ഭയങ്കര അധികം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെയാണെങ്കിലും ജോജുവിൻ്റെ ഒരു ഫ്രണ്ട് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിലും വളരെ അധികം എന്താ പറയുക, എല്ലാവരും അങ്ങനെ ജോജുവും ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന ആൾക്കാരിലേക്കൊന്നും അങ്ങനെ അടുപ്പിക്കില്ല. അതുപോലെ ജെനുവൻ ആയിട്ടുള്ള, അതുപോലെ സിൻസിയർ ആയിട്ടുള്ള, അതുപോലെ ബോൾഡായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളിലേക്ക്. അതെല്ലേ ചേച്ചി പറയുന്നോണ്ട് ഐ ഡു ബിലീവ്, ബിക്കോസ് യു ഹാവ് ആ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ്. പക്ഷെ അപ്പം അങ്ങനെ ജോജുവിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ മാളവിക മേനൻ എന്ന് പറഞ്ഞ ഒരാൾ വരണമെന്നുണ്ടെങ്കിലും മാളവിക അതുപോലെ അത്രയും നല്ലൊരു ബോൾഡായിട്ടുള്ള അങ്ങനെ ഒരു കുട്ടിയാവണം. താങ്ക് യു. ഇത് കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി പോയി ചെക്ക് ചെയ്തിട്ടില്ല അത്, ബട്ട് ഗ്ലാഡ് ഐ എം പാർട്ട് ഓഫ് ഹിസ് ആ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഒരാളാണെന്ന് സന്തോഷം. പക്ഷേ ഞാനങ്ങനെ ഭയങ്കര ബോൾഡാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇൻ മെനി തിങ്സ് ഐ ആം, പക്ഷേ അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഉള്ള ബോൾഡ് തിങ്സ് ആയിരിക്കാം ഒരു പക്ഷെ. ചിലവർക്ക് അത് ചിലപ്പോൾ ബോൾഡ് ആവണമെന്നില്ല, ചിലവർക്ക് അതാവാം ചിലപ്പോൾ. ജോജു ചേട്ടൻ ഞാൻ പേഴ്സണലി ഇപ്പോൾ ഈ പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളല്ല. എപ്പോഴും കമ്പനി വെക്കുക, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ വിളിക്കുക, സംസാരിക്കുക, മീറ്റപ്പ്, ഇതൊന്നും ഉള്ള ആളല്ല ഞാൻ. അല്ല, പറഞ്ഞ പോലെ ആ ഒരു റിസർവ്ഡ് കുട്ടി ഒരിക്കലും മാറില്ല, ജന്മനാണല്ലോ. ബട്ട് ഞാൻ ആർക്കും എഗെയിൻസ്റ്റും അല്ല ഒന്നിനും. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് എ ഹായ് ബൈ, അല്ലെങ്കിൽ വിശേഷങ്ങൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കും. കാണുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ലവബിൾ. ആരെ കണ്ടാലും, എന്നെ ദ്രോഹം ചെയ്യാത്തവർ ആരെ കണ്ടാലും ഞാൻ ഇപ്പം ചെയ്ത ആളാണെങ്കിലും നത്തിങ് ഹാപ്പൻസ്, ഐ വിൽ ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദം എന്നല്ലാതെ. സോ ജോയി ചേട്ടൻ എന്ന് പറഞ്ഞാൽ 2 മൂവീസ് ഒരുമിച്ച് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ അറ്റ് ടൈംസ് ഇപ്പം അമ്മ പരിപാടിക്ക് കാണുമ്പോഴും ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഒരു ഫാദർലി ഫിഗർ പ്ലസ് ഒരു മാൻ എന്നുള്ളൊരു വൈബും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് തോന്നുക. ജോജു ചേട്ടൻ ഇസ് ദി വൺ ഹൂ ഇസ് വെരി ഫ്രണ്ട്ലി വിത്ത് എവ്രി വൺ. ജോജു ചേട്ടൻ വരുമ്പോൾ തന്നെ ഒരു റൂമിലൊരു അനക്കമാണല്ലോ. സോ എല്ലാവർക്കും ഇഷ്ടമാണ് താനും. ആൻഡ് ആളുടെ പെരുമാറ്റവും അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും. അപ്പോൾ ദാറ്റ്സ് വാട്ട് എവ്രിബഡി അറ്റാച്ച്ഡ് ടു ഹിം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ എൻ്റെ ഒരു ഇന്റിമസി അല്ല. ബട്ട് ഐ എം ഗ്ലാഡ് ഈ പറഞ്ഞതിൽ ഞാൻ ആളുടെ ലിസ്റ്റിലുണ്ടെന്ന് കേൾക്കാൻ എനിക്ക് സന്തോഷമാണ്. ആൻഡ് യെസ്, ഐ ഹാവ് വർക്ക്ഡ് വിത്ത് ഹിം. ആൻഡ് ഇനിയും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യം തോന്നുന്നൊരു ആക്ടറാണ്. അതെ, വളരെ കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ? അത് ഈ സിനിമയിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നു, ജോസഫും പൊറിഞ്ചുമറിയും ജോസും. അതിനകത്ത് തന്നെ നമ്മുടെ എന്താ പറയുക, സാധാരണ എല്ലാവർക്കും തനിക്ക് അവാർഡ് കിട്ടുമ്പോഴാണ് എല്ലാവർക്കും കൂടുതൽ സന്തോഷം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാളവിക മേനൻ എന്ന് പറഞ്ഞൊരു വ്യക്തി സ്വന്തമായിട്ട് നമുക്ക് ക്രെഡിറ്റ്സ് കിട്ടുന്നതിനെക്കാട്ടിലും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോ നമ്മുടെ ഫ്രണ്ട്സിനോ നമുക്കായിട്ട് നമ്മൾ അതിനകത്തൊരു ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം മറ്റുള്ളവർക്കും അപ്രീസിയേഷൻ കിട്ടുക, മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടുമ്പോൾ തനിക്ക് കിട്ടുന്നത് പോലെ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് മാളവിക. അത് വലിയൊരു ക്വാളിറ്റിയാണ് മാളവികയുടെ. ഇപ്പം ഈ ഒരു സിനിമയിൽ തന്നെ ജോജു ചേട്ടന് അന്ന് അവാർഡ് കിട്ടിയപ്പോൾ
മാളവിക അത് ഭയങ്കരമായിട്ടും സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. കാരണം അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടിയതെങ്കിലും ആ സിനിമയുടെ ഒരു ഭാഗമാകാനെങ്കിലും തനിക്ക് പറ്റിയല്ലോ, അങ്ങനെ അതിനെ കാണുക, ആ ഒരു കാഴ്ചപ്പാട്. അതെ അതെ, ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയണത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മാളവിക. അത് ഞാൻ കണ്ടു വളർന്നതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ആയിരിക്കാം. ബട്ട് താങ്ക് യു. ആൻഡ് എനിക്ക് തോന്നുന്നു ഐ ഹാവ് സീൻ ദാറ്റ് എഫേർട്ട് ഹി ഹാസ് ടേക്കൺ ഇൻ ടു ദാറ്റ് ഫിലിം. എനിക്ക് ഞാൻ ആ ക്യാരക്ടർ അന്ന് ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു വാട്ട് ഐ എം ഡൂയിങ്. ഇത്രയൊരു ഡെപ്ത് ആ ഒരു മൂവിക്ക് പിന്നിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അന്ന് ഷോർട്ട് നോട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, ജോയിച്ചേട്ടൻ്റെ മകളായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ അന്ന് ഒരു ചാനലിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, റിയാലിറ്റി ഷോ, അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് ചെയ്യായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് അവിടെയും ഒരു ടൈറ്റ് ഷെഡ്യൂൾ നടക്കുക. അപ്പോൾ ഇതും എനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആൻഡ് പപ്പൻ ചേട്ടൻ്റെ ഒരു ഫിലിം, ആ ഒരു ടീം സംതിങ് എവറിബഡി വുഡ് വോണ്ട് ടു ആ ഒരു മൂവിയിൽ ഉണ്ടാവാൻ. അപ്പോൾ ഇത്രയും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നുള്ളൂ. സി, വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് ഈ മൂവിയിലുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നിന്റെ സ്ക്രീൻ സ്പേസ് മാത്രമല്ല, ദർ ആർ ടോക്സ് ആ ഒരു ക്യാരക്ടറിനെ പറ്റി അതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ട്രസ്റ്റിലാണ് പോയത്. ആൻഡ് ആ ഒരു ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ തന്നെ ആ ഒരു മൂവി അല്ലെങ്കിൽ ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഐ എം റിയലി ഹാപ്പി. ആൻഡ് ആ മൂവി ഡെഫിനറ്റ്ലി ഇറ്റ്സ് എന്താ പറയുക, ഡിസേർവിംഗ് ആണ്. ജോജു ചേട്ടനായാലും പപ്പൻ സാറിനായാലും അതിൽ ചെയ്ത എല്ലാവരും വാസ് ആത്മീയം, എല്ലാവരും ലിറ്ററലി. അപ്പോൾ അത്രയും നല്ലൊരു ടീം വർക്കിന്റെ ഭാഗമാണ് ഐ എം ഗെറ്റിംഗ് ഗൂസ് ബംസ് പറ്റിയത്. ലൈക്ക് യു സെഡ്, ഇറ്റ്സ് ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അതിന് ഭയങ്കരമായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുമുണ്ട് മാളവിക. അതുപോലെ ആ ഒരു സന്തോഷം തോന്നുമ്പം അതും ഒരു രീതിയിലും ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയോ അല്ലെങ്കിൽ കവറപ്പ് ചെയ്യുകയോ ഒന്നും അല്ല, അതങ്ങ് ഓപ്പൺ ആയിട്ട് തന്നെ യു ആർ എക്സ്പ്രസിങ് ഇറ്റ്. ഐ എം പ്രൗഡ് ടു ഷോ ഇറ്റ്. അത് ഇപ്പോൾ കാണിക്കല്ല, ബട്ട് I need people to know, okay, see, they are getting our work, അല്ലെങ്കിൽ I am part of it, you know, നമ്മുടെ ഒരു ടീം വർക്കിന് ആ ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും അറിയണം അത്. അത് ഈ പറയുന്ന പോലെ തന്നെ മാളവിക തൊട്ട് മുന്നേ സൂചിപ്പിച്ചു പോയിരുന്നു, കാര്യങ്ങളിൽ എല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന എല്ലാത്തിലും നെഗറ്റീവ് സൈഡും പോസിറ്റീവും ഉണ്ട്, എന്ത് കാര്യത്തിലും. പക്ഷേ ആസ് എ പേഴ്സൺ മാളവിക മേനൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണാനും കേൾക്കാനും അതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് ടു ദ എക്സ്ട്രീം അതിലേക്ക് മാക്സിമം നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ കൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ ഇനോഗ്രേഷൻ സ്റ്റാർ എന്നുള്ള രീതിയിലും ആ ഒരു ഇപ്പോൾ ഒരുപാട് ഇനോഗ്രേഷൻസ് പോകുമ്പോഴായിക്കോട്ടെ ഒരുപാട് മോശപ്പെട്ട കമൻസും കാര്യങ്ങളും എല്ലാം ഫേസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ വളരെ കൂളാണ്. ആ ഒരു ബാഡ് കമൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ആരോ ഇങ്ങോട്ട് ഇടുമ്പോഴും മാളവിക ഭയങ്കര സ്ട്രോങ്ങാ. അതൊന്നും മാളവിക ഏൽക്കുന്ന പോലും ഇല്ല. അതിനൊന്നും റിയാക്ട് ചെയ്യായിക്കോട്ടെ, അതിനുള്ള തിരിച്ച് മറുപടി പറയുകയായിക്കോട്ടെ. ഒരിക്കലും എന്തോ മാളവിക എന്തോ ജസ്റ്റ് ട്രോളിൽ എന്തോ മാത്രമായിട്ടൊന്ന് പറഞ്ഞു പോയൊരു അഭിപ്രായം. ഇതൊക്കെ വളരെ എന്താ പറയുക, മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞ, ചിലർക്ക് അത് ബോൾഡ്നെസ് ആയിട്ട് തോന്നുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് ഐ എം ലൈക്ക് ദാറ്റ് എന്നുള്ളതാ. അത് കുറച്ച് കാലങ്ങളായിട്ടേ അങ്ങനെയാണ്. ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഫാമിലി ആയിട്ട് വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് എല്ലാം അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിന്ന് വരില്ല. അതിലേക്ക് ഗെറ്റ് ഇൻ ചെയ്യാൻ ഒരു സമയം എടുത്തു. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കമന്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഐ വാസ് ഷോക്ക്. കാരണം ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും എൻ്റെ ഫാമിലിന്നോ എൻ്റെ ചുറ്റട്ടത്തോ അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഒരാൾ ഓൺലൈനിൽ വന്ന സംബഡി ഈസ് കമന്റിങ് എന്ന് പറയുമ്പോൾ അന്ന് ദാറ്റ് കൈൻഡ് ഓഫ്, ഇപ്പോഴല്ല കുറച്ച് മുമ്പ് ഒരു ഷോക്കായിരുന്നു. അയ്യോ ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ പറയണേ എന്നുള്ളൊരിത്. സോ എന്നെ നേരിൽ അറിയുന്ന ആളോ അല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അറിയുന്ന ഒരാളല്ല കമൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ പിന്നെ അത് അന്ന് എപ്പോഴും ഒരു ചെറിയ നോട്ടിൽ എനിക്ക് അയ്യോ സ്ട്രൈക്ക് ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്നല്ല. പക്ഷെ അതിന് ശേഷം അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഞാൻ മനസ്സിലാക്കി. നമ്മളെയൊന്നും അറിയുന്നവരോ അല്ലെങ്കിൽ ദ റിയൽ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നവരോ അല്ല അവര്. അപ്പോൾ നെവർ മൈൻഡ് ആണ് ഞാൻ ആക്ച്വലി. കാരണം ഇത്തരത്തിലുള്ള ഓരോ ഇൻസിഡൻസിലൂടെ നമ്മളിങ്ങനെ ഗോ ത്രൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് തോന്നുന്നത് മാളവിക ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് തന്നെ ലൈക്ക് മെച്യൂരിറ്റി ഈസ് മൈ വെപ്പൺ, അല്ലെങ്കിൽ മെച്യൂരിറ്റിയാണ് ഇറ്റ്സ് മൈ ഡിവൈസ്. അത് വളരെ വൈസായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഡിവൈസ് ആയിട്ടാണ് തന്നെ അത് എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ വളരെ കൂളായിട്ട് അതിനൊപ്പത്തിനൊപ്പം നിന്നും മറുപടി പറയാൻ പോകുന്നില്ല. അതെനിക്ക്
എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ ഇവിടെ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അത് അവരെ വിൻ ചെയ്യാനായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. വാട്ട് ദേ ഫീൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡിൽ തോന്നുന്നത് അവർ പറയുക. അതിനൊത്ത് ഞാനിവിടെ കമന്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ലെവലിലേക്ക് ആവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ബട്ട് പറയാനുള്ളത് നല്ല രീതിയിൽ എപ്പോഴും പറയാമെന്നേ ആരായാലും അത് നല്ലതാ. ഒരു ഡ്യൂ റെസ്പെക്ട് ആർക്കായാലും കൊടുക്കാം. വിത്ത് റെസ്പെക്ട് എല്ലാവരോടും സംസാരിക്കുക എന്നുള്ളത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ആ കൾച്ചർ ഇല്ലാത്തവരോട് പിന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ ഇപ്പം മാളവികയോട് സംസാരിക്കുമ്പോൾ മാളവിക ഇപ്പം മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെയും റെസ്പെക്ട് ചെയ്ത് അവരെന്തുകൊണ്ട് അത് ചെയ്തു, ഓക്കെ ലെറ്റ് ദം ഡു ഇറ്റ് ഓർ ലെറ്റ് ദ കമന്റ്, ആ ഒരു ഇതിലും തിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയായിരിക്കും ഇനോഗ്രേഷന് പോകുമ്പോഴായിക്കോട്ടെ ഈ പല പല ഓൺലൈൻ മീഡിയാസും കാര്യങ്ങളൊക്കെ അവരുടെ ക്യാമറ അവർ മേളിൽ നിന്നും ക്യാമറ ചെയ്യുന്നവരുണ്ട്. അവർ ഇങ്ങനെ എന്താ പറയുക, മാക്സിമം നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ വന്നാലും അതിൻ്റെ ഒരു വൾഗർ സൈഡ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം അവരങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് അവർ പോസ്റ്റ് ചെയ്താലും അന്നും മാളവിക റിയാക്ട് ചെയ്യുന്നത് അത് അവരുടെ ഉപജീവന മാർഗമാണ്, അതിനു വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. സോ ലെറ്റ് ദം ഡു ഇറ്റ് എന്നുള്ള ഒരു അതിനെ അങ്ങനത്തോളം കാണാൻ വേണ്ടിയിട്ടും എന്നാൽ പ്രായത്തിൽ യു ആർ സ്റ്റിൽ യങ് പക്ഷേ വളരെ മെച്യൂർഡ് ആയിട്ടൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അഡ്വൈസൊക്കെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കാര്യങ്ങളെ കാണാനൊക്കെ മാളവികനെ പ്രാപ്തിയാക്കുന്നത് അത് മാളവിക തന്നെ ബൈ റീഡിങ്ങിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഹൗ ഡിഡ് യു ഗെയിൻ ദാറ്റ്? അല്ലെങ്കിൽ അമ്മയാണോ കൂടെ നിന്ന് ഇങ്ങനെ അഡ്വൈസ് ചെയ്ത് തന്നത്? ഡെഫിനറ്റ്ലി നമ്മളുടെ സറൗണ്ടിങ്സിലുള്ളത് നമ്മൾ നോട്ട് ചെയ്യും. ഇപ്പം ചെറിയ പിള്ളേർ ചെറിയ കുട്ടികളെ നമ്മൾ ഇന്നത് പഠിപ്പിച്ച് കൊടുക്കുന്നതും അവരെ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതും ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ നിഗ്ലക്റ്റ് ചെയ്തു എന്ന് വരും, പഠിപ്പിച്ചു കൊടുത്താൽ ചെയ്യില്ല. പക്ഷെ അവര് ഡെയിലി കാണുന്ന ഒരു കാര്യം അത് ഓൾറെഡി ഉള്ളിൽ അറിയാണ്ട് കയറിപ്പോവും എന്ന് പറയില്ലേ, അതുപോലെയാണെന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ ഞാനിങ്ങനെ കേട്ട് അത് എൻ്റെ ഉള്ളിലുണ്ട്. പ്ലസ് വാട്ട് ഐ എം എക്സ്പീരിയൻസിങ് പ്ലസ് വാട്ട് ഐ എം റിയലി സീയിങ്, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നെ എൻ്റെതായ ഒരു മൈൻഡ് സെറ്റിൽ അത് ബ്ലെൻഡ് ആയി വരുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ മെൻഷൻ ചെയ്ത പോലെ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അത് ചുറ്റുള്ളവർ പിന്നെ പറഞ്ഞത്. അതായത് ഞാൻ അറിയാത്തവരൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂന് അതിൽ കൂടുതൽ ബെറ്റർ ആയിട്ടൊരു മെസ്സേജ് എനിക്ക് പറയാനില്ല. ബിക്കോസ് ലൈക്ക് ഐ സെഡ് എനിക്കറിയാം ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. ഇപ്പം അതിനുശേഷം അത് ഭയങ്കര ട്രെൻഡിലായെന്ന് തോന്നുന്നു. എല്ലാവരും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഞാൻ എല്ലാവർക്കും ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്. അവരും കൂടെ ഫേമസ് ആവട്ടെ. എന്തുകൊണ്ട് ഒരാൾ മാത്രം ഫേമസ് ആവണം? ആരാണ് ബിഹൈൻഡുള്ളവരും കൂടെ ഫേമസ് ആവണ്ടേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ വന്ന് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നു, എത്ര ദൂരത്തേക്ക് വരുന്നു. അപ്പോൾ അവരുടെ മുഖമൊക്കെ കാണണ്ടേ എല്ലാവരും. പക്ഷെ ഞാൻ പറയാനുള്ളത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ചെയ്തതാണെങ്കിൽ റൈറ്റ് അറ്റ് ദി ബിഗിനിങ് ഞാൻ എന്നാണോ അവരെ കണ്ടുകഴിച്ചാൽ എനിക്ക് അതന്ന് ചെയ്യാവുന്നതായിരുന്നു. അത്രയും ഞാൻ എന്നും എന്താ പറയുക ചിരിച്ചുകൊണ്ട് തന്നെ അവർ എന്താ പറയുക വിഷ് ചെയ്തിട്ടുള്ളൂ. അവർ എന്നെ വിഷ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ എനിക്ക് ആരോടും അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്ന് ആ മെസ്സേജിൽ ഇട്ടത് തന്നെയാണ് പറയാനുള്ളത്, വാട്ട് ഐ ഫീൽ. ഓക്കെ. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഷൈൻ്റെ മൂവിയിൽ ചെയ്തിട്ടുണ്ട് മാളവിക. ഷൈൻ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഞങ്ങളൊക്കെ പ്രൊമോഷൻസിനൊക്കെ പോയിരിക്കുമ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്നിരിക്കും. എല്ലാവരും കോ ആർട്ടിസ്റ്റ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, കളിയാക്കും, എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും പാരമണിയും. കാരണം നിങ്ങൾ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്ര ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി ഒരു ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു വൈബ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പ്രൊമോഷന് വന്നിരിക്കുമ്പോഴും നമുക്ക് കാണാം ചില ആർട്ടിസ്റ്റുകൾ മെയിൽ ആക്ടേഴ്സ് തന്നെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, മെയിൽ ടു ഫീമെയിൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ മാളവികയുടെ കൂടെ വന്നിരിക്കുമ്പോൾ അതോടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഷൈൻ ആണെങ്കിൽ പോലും അവിടെ അങ്ങനെ വെറുതെ കളിയാക്കുക ആയിക്കോട്ടെ അങ്ങനെയൊന്നുമല്ല, വിത്ത് ഡ്യൂ റെസ്പെക്ട് അതെ, വിത്ത് ഭയങ്കര മെച്യൂർഡ് ആയിട്ട്. അപ്പോൾ കാരണം അത് മാളവിക ഒരുപക്ഷെ ബിഹേവ് ചെയ്യുന്ന രീതിയുടെ ആണോ, അവരങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് ഇതിൽ തന്നെ, പക്ഷെ ഭയങ്കര മെച്യൂർഡ് ആയിട്ടാണ് മാളവികനെ അവിടെ പറയുന്നതും അവർ സംസാരിച്ചതും എല്ലാം. ഇതെങ്ങാരും ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി മറ്റേ ഇത് പറയും എന്താണ്
മാളവിക അങ്ങനെ തോന്നിയിട്ടില്ലേ? എന്താ പറയാ, അമ്മൂമ്മ മോടോ തള്ള അതെങ്ങനെ വിളിക്കുവോ? ഇല്ല അതൊന്നല്ല. അതല്ല, ചിലപ്പോൾ നമ്മളിപ്പം എത്രയാണെന്ന് ഇപ്പം നമ്മളൊരു തരാണെങ്കിൽ ഞാൻ എത്രത്തോളം സ്പേസ് അങ്ങോട്ട് തരുന്നു, അല്ലെ ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കര ലൗഡായിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആണ്, ഞാൻ ഇങ്ങനെയൊക്കെ മാളവിക അടുത്ത് മിങ്കിൾ ചെയ്യുവാണെങ്കിൽ തിരിച്ച് മാളവികയും എനിക്ക് അങ്ങനെ തന്നെയായിരിക്കും തരുന്നത്. ഞാൻ കുറച്ചൊരു റിസർവ് രീതിയിലും ഞാൻ കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മാളവികയും തിരിച്ച് എന്നോട് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, ഒരു പക്ഷേ മാളവിക സെറ്റിൽ പോയാലും ഒക്കെ നമ്മുടേതായിട്ടുള്ളൊരു രീതി ഉണ്ടല്ലോ, ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ ഷൈൻ ചേട്ടൻ ഇപ്പൊ എടുത്ത് ചോദിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തും ട്രസ്റ്റ് വർത്തി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് ഷൈൻ ചേട്ടൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ റെസ്ട്രിക്ഷൻസ് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അധികം. ബട്ട് ഹീ ഈസ് ഫൺ. എല്ലാവരുടെ അടുത്തും അതുപോലെയാണല്ലോ, ഈ പറഞ്ഞ പോലെ ഹി ഹാസ് ഹിസ് ഓൺ ഗ്രൂപ്പ് ഉണ്ടാവും, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് നോൺ സ്റ്റോപ്പ് അല്ലെങ്കിൽ അത്രയും കംഫർട്ട് ആണല്ലോ. അത് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ അടുത്ത് അത്രയും പറ്റിയെന്നില്ല. അത് ഞാനും കൂടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇൻട്രാക്ഷൻ എത്രത്തോളം ഈ സ്പേസ് ഞാൻ കൊടുക്കുക എന്നുള്ളത് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അതെല്ലാവരുടെ അടുത്തും ഒരാളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ. പക്ഷെ അത്രയും വിശ്വസിക്കാൻ പറ്റിയ ഒരാളായിട്ടാണ് ഞാൻ ഷൈൻ ചേട്ടൻ എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരിക്കലും പേടിക്കുക ഒരു കാരണവശാലും നമ്മൾ ഇഫ് ഇറ്റ്സ് എ റൈറ്റ് തിങ് ഹി വിൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ്. വളരെ വളരെ നല്ല മനസ്സുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഐ ഹാവ് ഓൾവേസ് എ റെസ്പെക്ട് ആൻഡ് എന്താ ആ ഒരു ഇഷ്ടം ഓൺ ഹിം. റൈറ്റ് തിങ്സിനാണ് ആളെ സംസാരിക്കുക എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അൺവാണ്ടഡ് ആയിട്ട് ഇപ്പൊ കുറേ ഇങ്ങനെ തമാശ രീതിയിലെല്ലാം പറഞ്ഞാലും പറയുന്നതിലൊക്കെ ഒരുപാട് കാര്യമുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ. അപ്പോൾ വി ലൈക്ക് ഹിം എ ലോട്ട് ആ രീതിയിൽ. ഇനി നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ പേര് തന്നെ ബിഹൈൻഡ് ദ സീൻസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബിഹൈൻഡ് ഈ മാളവികയുടെ പിന്നിലുള്ളത് അത് അങ്ങനത്തെ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാണ്. അതായത് ഞാൻ അപ്പോൾ ഈ സെഗ്മെന്റിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കുമ്പോൾ മാളവികയുടെ പിന്നിൽ അത് ആരാണ്, ഞാനിപ്പോൾ പറയുന്ന ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ആരാണെന്നാണ് നമ്മളോട് പറയേണ്ടത്. അമ്മയുടെ പേരെന്താ? മാളവിക ശ്രീകല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് പോവാം. ബിഹൈൻഡ് മാളവിക മേനൻ. ഓക്കെ, സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട്. പാരൻസ് ആണ്. ഓക്കെ, പിന്നെ ഫാൻസ് ട്ടോ. അയ്യോ അത് പറ്റില്ല. ദർ ആർ എ ഫ്യൂ ലൈക്ക് അത്രയും ചങ്ക് പറിച്ച് തരുന്ന കുറച്ച് എൻ്റെ തല എവിടെ കണ്ടാലും എന്നെ സ്നേഹിക്കുന്ന ചേട്ടൻസ് ഉണ്ട് കുറച്ച് പേര്. കുറച്ച് ഗേൾസ് ഉണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി, പ്രവീൺ, വിഷ്ണു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഐ എം സോ ലക്കി അവരൊക്കെ ലിസ്റ്റിൽ വന്നതിൽ തന്നെ. പേര് പെട്ടെന്ന് എല്ലാവരും കിട്ടുന്നില്ല. ദർ ആർ എ ഫ്യൂ. അവരൊക്കെ എന്താ പറയുക, എൻ്റെ പേജസും ഇതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വേണ്ടി ഇങ്ങനെ മാനേജ് ചെയ്യുന്നവരുണ്ട്. സോ അതൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ആരുടെ അടുത്ത് നിന്നെങ്കിലാണെങ്കിലും. ഈ പ്രവീൺ എന്ന് പറഞ്ഞ ചേട്ടൻ ഈസ് ഫ്രം ട്രിവാൻഡ്രം, പുതുകുളങ്ങര. അപ്പോൾ കുറേ കാലമായിട്ട് ലൈക്ക് FBയിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യരുത്. ഇപ്പോഴല്ല, കുറേ കാലങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് സിൻസ് എവർ ഐ സ്റ്റാർട്ടഡ് ഒരു പക്ഷെ പറയാം, മേ ബി ഒരു 9 years ഒക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അന്നും ഞാൻ ആ FBയിലുള്ള മെസ്സേജസ് ഒന്നും കണ്ടിട്ടില്ല. ദെൻ ഹി ട്രൈ റീച്ചിങ് ഔട്ട് ടു മൈ മോം. അങ്ങനെ അമ്മ മെസ്സേജ് കണ്ടിട്ട് പിന്നെ എവർ സിൻസ് ദാറ്റ് വി ഹാവ് ബീൻ ഇൻ കോണ്ടാക്ട്. പിന്നെ പക്ഷേ കഴിഞ്ഞ വർഷം വന്നോന്നു വി ഫൈനലി മെറ്റ്. ഞാൻ അവിടെ ഒരു വർക്കിന് പോയപ്പോൾ ആളെ കാണാൻ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ദാറ്റ് വാസ് എ സ്വീറ്റ് മെമ്മറി. ഓക്കെ, ഇൻസ്പിറേഷൻ എല്ലാ ആൻസറിനും എല്ലാ ചോദ്യത്തിനും പ്രിൻസിപ്പൾ വെക്കാറും കുട്ടി പറ്റില്ല എന്ന് പറയും. അല്ല, ആ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ആക്ടേഴ്സ് ബേസിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ പലരുടെയും പാസ്റ്റ് ലൈഫ് കേട്ടിട്ട് ഇപ്പോൾ ഹൗ ദേ ആർ എന്നുള്ളത് കേൾക്കുമ്പോൾ ദാറ്റ്സ് ട്രൂലി ആൻ ഇൻസ്പിറേഷൻ. ഇപ്പോൾ മമ്മൂക്കിയൊക്കെ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഹീ ഈസ് ദാറ്റ് വൺ സ്റ്റിൽ ആളെ ഷെയർ ചെയ്യുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. മിക്ക കാര്യങ്ങളും പറയുന്നത് ഇപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നമ്മൾക്കാണ് ആവശ്യം എൻ്റെ റോൾസ്, അവർക്കല്ല. അതൊക്കെ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. പക്ഷെ അത് പ്രാക്ടിക്കലി എനിക്ക് എത്രത്തോളം അറിയില്ല. ഒക്കെയാണ് മാളവികയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതാ പറഞ്ഞ അവര് വന്ന വഴി അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു മൂവിയിലേക്ക്
ആ ആഗ്രഹം കൊണ്ട് നിൽക്കുന്നത് ആൻഡ് സ്റ്റിൽ ആഫ്റ്റർ ദീസ് മെനി ഇയേഴ്സ് നിൽക്കുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ ഇപ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ എത്ര പേരുണ്ട് അങ്ങനെ എന്നുള്ളത്. ദാറ്റ്സ് റിയലി ഇൻസ്പയറിംഗ്. ഓക്കെ ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ട്? മാമി. നോ, സമ്മതിക്കില്ല അങ്ങനെ. എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത്. ഓക്കെ, അമ്മ തന്നെ. ഗോഡ് ഫാദർ? അങ്ങനെ ഒരാളില്ല. ഓക്കെ. പവർ ഓഫ് ബിലീഫ്? റിലീജിയസ് ആണോ? ആണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലേ? ആ ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്നുണ്ട്. സുപ്രീം പവർ പ്ലസ് വാട്ട് വി ഡു എന്നുള്ളതിൽ കൂടെ വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും വഴിക്ക് തിരിച്ചു കിട്ടും. ഓക്കെ. അതിപ്പോൾ മോശമാണെങ്കിലും അതെങ്ങനെയെങ്കിലും ഒക്കെ തിരിച്ചു വരും എന്നതാണ്. തിരിച്ച് ലൈക്ക് ഹൗ ക്യാൻ ഐ സേ ഡു ഗുഡ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഡോണ്ട് നോ ഹാം ടു അതേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ തന്നെ ബേസിക് തിങ്സ്. ഇത്രേ ഉണ്ടാവുള്ളൂ, ഒരു വാക്കൊക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് ഐ ഡു ബിലീവ് ഇൻ ദാറ്റ്. ഓക്കെ. നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്കത് നേരെ തിരിച്ച് കിട്ടും എപ്പോഴെങ്കിലും, അതുകൊണ്ട് തെറ്റ് ചെയ്യണ്ട എന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. തെറ്റങ്ങനെ അധികം ചെയ്യാറില്ല. ഓക്കെ. എനിമി? അങ്ങനെ ഒരാളെ ഉണ്ടാവില്ല മാളവികയ്ക്ക് അല്ലേ? ശത്രുക്കളൊക്കെ പൊതുവേ തന്നെ ദാറ്റ്സ് വാട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഐ ജസ്റ്റ് സ്റ്റേ അവേ. അത് തന്നെ. അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു റിലേഷനിൽ ഇതെനിക്കൊരു ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഇത് ഈ റിലേഷൻ എനിക്കത്, അപ്പം ഞാൻ ഇറ്റ്സ് ബെസ്റ്റ് ഞാൻ അങ്ങ് സ്റ്റേ ലോക്ക് ചെയ്തിട്ടുണ്ട്? ഒരാളെയോ അതോ പല ആൾക്കാരെയോ? ഒരുപാട് പേരില്ല. ലെറ്റ്സ് സേ ഒരു 2 to 3 ഡെഫിനറ്റ്. ഓക്കെ. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ചോദിച്ചോട്ടെ, തമിഴ് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് അവിടെ ഏത് മൂവിയുടെ സെറ്റാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, അവിടെ അഭിനയിക്കാൻ പോയ സമയത്ത് എന്തോ ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, എന്തോ മോശമായിട്ടുള്ള എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യം വല്ലതും ഉണ്ടോ? അതും ദിസ് ബ്ലോക്കിംഗ് തിങ് ഇസ് നോട്ട് റിലേറ്റഡ്. അല്ല, ഞാനിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. അതെന്തായിരുന്നു, ഐ തിങ്ക് അത് മൂവി സോങ് ഷൂട്ടിൽ അതൊന്നും ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ടു വെയർ ദിസ് ഷോർട്ട് ഡ്രസ്സസ്. അന്ന് ഐ ഫെൽറ്റ് ഐ എം ബീങ് പ്രഷറൈസ്ഡ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. അത് തെറ്റിദ്ധാരണയാവാം, ബട്ട് അവിടെ ഇറ്റ്സ് വെരി കോമൺ. ലൈക്ക് സോങ് ഷൂട്ടും അവിടെ ഇറ്റ്സ് കോമൺ. നൗ ഡേയ്സ് ഇറ്റ്സ് കോമൺ ഹിയർ. ഇപ്പം നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ആരെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ കാണാം ഷോർട്ട് ഡ്രസ്സസ് ഒക്കെ വെയർ ചെയ്യുന്നത്. ബട്ട് അന്ന് ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. പെട്ടെന്ന് അതങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ തന്നെ ഐ ഫെൽറ്റ് സോ എന്താ പറയുക, എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നി, ഹോം സിക്ക് ആയി, അവയെ കാണണം എന്നുള്ള രീതിയിൽ. സോ അത് ചെറിയൊരു ഓക്കെ, കംഫർട്ടബിൾ ആയിരുന്നില്ല അന്ന്. ഓക്കെ. ബെസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്? അത് സ്റ്റിൽ യെറ്റ് ടു കം ആണോ, ഓർ ഓൾറെഡി ഐ എം ഹാവിങ് എന്നാണോ പറയണ്ടേ, ഓൾറെഡി ഐ ഹാവ് എന്നാണോ പറയണ്ടേ? എല്ലാം പറഞ്ഞോളൂ. എല്ലാം ഓൾറെഡി ഹാവ് എന്നുള്ളത് അമ്മ തന്നെ നിൽക്കുന്നുണ്ടാവും. It's everything, mix of everything. I'm totally ready for what is coming. ഇപ്പൊ നടക്കുന്നതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. വാട്ട് എവർ ഐ ഹാവ്, വാട്ട് എവർ ഐ എം ഡൂയിങ്, ഏബിൾ ടു ഡു എന്നുള്ളതിൽ. ആൻഡ് വാട്ട് ഐ ഹാഡ്, അത് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. അതിൽ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് വാട്ട് മെയ്ഡ് മീ വാട്ട് ഐ ആം ഇപ്പോൾ. വെരി ട്രൂ. അപ്പോൾ taking all of those. Only positive things. ഇങ്ങനെ നടക്കാണ്, പോസിറ്റീവ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, അല്ലാത്തതൊന്നും അടുപ്പിക്കൂല. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ് മാളവിക, പറയാണ്ടിരിക്കാൻ പറ്റില്ല. വളരെ നല്ല ക്വാളിറ്റിയാണ്. ജസ്റ്റ് കീപ് ഗോയിങ് അങ്ങനെ തന്നെ. സെലിബ്രിറ്റി യു അഡ്മയർ മോസ്റ്റ്? ഒരാള് പറഞ്ഞാൽ മതി. സെലിബ്രിറ്റി അങ്ങനെ ഇന്നാളെ പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും നമ്മൾ നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പൃഥ്വിയോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം, ഒരു ഫാൻ ഗേളിൻ്റെ ഒരു ഇത്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സ്റ്റിൽ വേറെ ആരെങ്കിലും അഡ്മയർ ചെയ്യുന്നുണ്ടോ? മമ്മൂക്ക തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ, അഡ്മയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ മമ്മൂക്കയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണോ? വേറൊരു ഇന്റർവ്യൂവിൽ ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് മാളവിക പറഞ്ഞിട്ടുണ്ട്. ഒരിടയ്ക്ക് എന്നിട്ട് ആരോ പറയണ്ടായിരുന്നു, ഗായത്രി സുരേഷിന് പ്രണവിനോടുള്ള ഇഷ്ടം പോലെയാണ് മാളവികയ്ക്ക് ദുൽഖറിനോടുള്ള ഇഷ്ടം എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞതാരോ? അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ആണോ? ഇപ്പൊ അറിഞ്ഞില്ല. അങ്ങനെ ഡെഫിനറ്റ്ലി ദുൽഖർ നിക്കുവിനെ ആർക്കാണ് ഇഷ്ടമില്ലാത്ത? അല്ല, പെട്ടെന്ന് ഒരാളുടെ പേര് പറയണമെന്ന് പറയുമ്പോൾ ടഫ്. ഫാമിലി ആണല്ലോ, സെയിം ഫാമിലി, ബ്ലഡ് തന്നെയല്ലേ. യെസ്, അതെ. ഓക്കെ. ലൈഫ് പാർട്ട്ണർ ബിഹൈൻഡ് യുവർ ഡ്രീം? ബിഹൈൻഡ് മൈ ഡ്രീമോ? ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ എങ്ങനെ വേണം ഒരാള്, എങ്ങനെ എന്താ എക്സ്പെക്ട് ചെയ്യണേ, എന്താണ്? എ ഗുഡ് ഫ്രണ്ട്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഈശ്വര, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. കമ്മിറ്റഡ്? നോ. ഓക്കെ.
അങ്ങനെ ആ ഒരു ഫാമിലി വേണം, എനിക്കും ഒരു സെൽഫായിട്ടൊരു ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ അതോ സിംഗിൾ ഇങ്ങനെ തന്നെ പോകുന്നതല്ലാണോ കൂടുതൽ താല്പര്യം? വേണം, എപ്പോ വേണം എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടുമ്പോൾ അല്ലേ? മേ ബി വെൻ ഐ എം റെഡി. യാ, അതെ, അപ്പോഴത്തേക്ക് അത്രയും ചിന്തിക്കുന്നുള്ളൂ. ഇപ്പൊ സിംഗിൾ ലൈഫ് ഇസ് കൂൾ. കൂൾ. ഇപ്പൊ അമ്മക്കുട്ടിയായിട്ട് അമ്മയുടെ ഇതായിട്ട് ഇങ്ങനെ കുറുമ്പത്തരൊക്കെ കാണിച്ച് കംഫർട്ട് സോണിൽ അങ്ങനെ പാമ്പേർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ. അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. ചെന്ന് കഴിയുമ്പോൾ എന്തായാലും അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറഞ്ഞു. ഇന്ന് ഞങ്ങൾ അമ്മ ഇപ്പൊ അവിടെ തുമ്മി തുമ്മി ഇരിക്കണ്ടാവും.